ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്നൊരു ഫോഴ്സ്ഡ് മാരേജ് ലവ് സ്റ്റോറിയാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഹീറോയിൻ. അവൾ അവളുടെ വോയിസിൽ തന്നെ അവളുടെ കഥ പറയുവാണ്. 3 വർഷങ്ങൾക്ക് മുന്നേ ഈ കാണുന്നതല്ലായിരുന്നു ഞാൻ. ഇന്ന് എനിക്ക് ചിരിക്കാനറിയില്ല, കരയാനറിയില്ല, ഒരു വികാരങ്ങളും ഇല്ലാതെ മരിച്ച് ജീവിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഇങ്ങനെ എത്ര നാൾ പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്നെ അവനൊന്ന് ഓർത്തിട്ട് എനിക്ക് മരിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ആ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ അവന് ഓർമ്മയുള്ളൂ. ആ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അവനെ ഒരു പെൺകുട്ടി വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അവളാണ് നമ്മുടെ ഹീറോയുടെ ഫസ്റ്റ് ലവർ എന്ന് പറയുന്നത്. അതായത് അന്ന് ആ അപകടം പറ്റിയതിന് ശേഷം അവൾ കോമാ സ്റ്റേജിൽ ആണ്. ഇതുവരെ അവൾക്ക് ബോധം വന്നിട്ടില്ല. അന്ന് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്താനായിട്ട് വന്നതിൻ്റെ പേരിലായിരുന്നു ആ പെൺകുട്ടിക്ക് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നത്. അന്ന് മുതൽ എന്തോ അവൻ അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എന്തെങ്കിലും ഒരു ദിവസം ഓർമ്മ വരുവാണെങ്കിൽ അവളെ കല്യാണം കഴിക്കണം എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തവൻ നിൽക്കുമായിരുന്നു. ഇതേ സമയത്ത് ഇവൻ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റാനായിട്ട് കാരണം നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലിക്കാരായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും എങ്ങാണ്ടോ ഒക്കെ ഏർപ്പാടാക്കിയ ആളായിരുന്നു ഹീറോയെ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ 3 കൊല്ലവും അവരുടെ മകളെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവളെ നിർബന്ധിച്ച് നമ്മുടെ ഹീറോ കല്യാണം കഴിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. പക്ഷേ എന്നാണോ ഈ ഹോസ്പിറ്റലിൽ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആ പെൺകുട്ടിക്ക് ബോധം വരുന്നത്, അതുവരെ മാത്രമേ നമ്മുടെ ഹീറോയിനെ ഇവൻ്റെ ഒപ്പം നിർത്തത്തുള്ളൂ. ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് ആർക്കും തന്നെ അത് അറിയത്തില്ല. ഇവൻ്റെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ അറിയുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇവൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവൾ അവൻ്റെ റൂമിലേക്ക് വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഈ ജീവിതം ഞാൻ ഒരിക്കലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നിന്നെ കാണുമ്പോൾ ഞാനതെല്ലാം മറക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവനെ ടച്ച് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 3 കൊല്ലവും നീ അതിന് വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കി ഈ റൂമിലേക്ക് വന്നിട്ട് സമയത്തൊന്നും അത് നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നടക്കുമെന്ന് നീ വിചാരിക്കേണ്ട. ഈ ഐഡിയൊക്കെ നിൻ്റെ വീട്ടുകാർ നിനക്ക് പറഞ്ഞു തന്നതായിരിക്കും അല്ലേ. എന്തായാലും എന്നെയും ആ പെൺകുട്ടിയും ഈ അവസ്ഥയിലാക്കിയ നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ഞാൻ ഈ ജന്മത്ത് വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. ഇനി നിൻ്റെ ആഗ്രഹം അത് തന്നെയാണെങ്കിൽ അത് സാധിപ്പിച്ചു തരാൻ എനിക്കൊരു മടിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെ ബെഡിലേക്ക് പിടിച്ച് കിടത്തുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാൻ അതിനല്ല വന്നത്, ഞാൻ നിനക്ക് സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ, അത് തരാനായിട്ട് വന്നപ്പോഴത്തേക്കാ നീ പെട്ടെന്ന് കണ്ണ് തുറന്നെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ മുന്നിൽ വെച്ച് തന്നെ ആ സൂപ്പ് അങ്ങ് തറയിൽ ഒഴിച്ചു കളഞ്ഞിട്ട് ആ പാത്രം അങ്ങ് തറയിലെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിന്നെയാണ്. കഴിഞ്ഞ 3 കൊല്ലവും അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവനൊരു ഫോൺ കോൾ വരുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അതായത് ഇവൻ്റെ ആ പെൺകുട്ടിയില്ലേ, അവൾ കോമാ സ്റ്റേജിൽ കിടക്കുവാണല്ലോ. ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അവൾക്ക് എത്രയും പെട്ടെന്ന് ബ്ലഡ് ആവശ്യമാണെന്നും അതിനുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ഗ്രൂപ്പാണ്. പക്ഷേ ആ സെയിം ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ ഹീറോയിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെ ഈ 3 കൊല്ലവും ആ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എല്ലാം ഹീറോയിൻ്റെ ശരീരത്തിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇവളിങ്ങനെ ഇവിടെ കഷ്ടപ്പെടുത്തി ഇവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇന്നും ബ്ലഡിൻ്റെ ആവശ്യമുണ്ടെന്നും എത്രയും പെടുത്ത് റെഡിയായി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ അച്ഛൻ എന്ത് ചെയ്തിട്ടാ അവനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ജയിലിലാക്കിയത്? അയാളുടെ ആരോഗ്യനിലയിൽ നല്ല പ്രശ്നമുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം, പ്ലീസ് എന്നെ ജയിലിലേക്ക് ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കിത് എങ്ങനെയാണ് എന്നോട് പറയാനായിട്ട് തോന്നിയത്? എന്നെ ഈ അവസ്ഥയിലാക്കി അയാൾക്ക് ഇതല്ല ഇതിനപ്പുറം വരണമെന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ചഴിച്ച് നേരെ കാറിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഹീറോയിൻ്റെ ഫോണിലാണെങ്കിൽ ഒരുപാട് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. ഇതാരാ ഇങ്ങനെ അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ഈ ഫോൺ പിടിച്ച് മേടിച്ചിട്ട് ആ വന്ന മെസ്സേജ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അയച്ചത് അവളുടെ അമ്മയായിരുന്നു. അവർ ചെറിയൊരു കുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. എടി, നീ എത്ര നാളെന്ന് പറഞ്ഞിട്ടാ അവൻ്റെ പിണ്ണവേലയും ചെയ്തിട്ട് അവിടെ ജീവിക്കാനായിട്ട് പോകുന്നത്? നിന്നോട് ഞാനൊരു കാര്യം പറയാം. ആ പെൺകുട്ടി കണ്ണ് തുറക്കുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും നീ അവനിൽ ഗർഭിണിയാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ ആ പെൺകുട്ടിയും കണ്ണ് തുറന്ന് ഇവനോ ബോധം എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അതുകൊണ്ട് അമ്മ പറയുന്ന നീ കേൾക്ക്. എത്രയും പെട്ടെന്ന് അവനെ നിൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന് നീ ഗർഭിണിയാകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്കും ആകെ വല്ലാണ്ടുണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ ഇവൻ്റെ ദേഷ്യം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ, എൻ്റെ ജീവിതവും ഇങ്ങനെ ആക്കിയത് പോരാ, ഇനി എൻ്റെ ഒരു കുഞ്ഞിനെ നിനക്ക് വേണമല്ലേ? ഇതിൻ്റെ മറുപടി ഞാൻ ഇപ്പം എന്തായാലും തരുന്നില്ല. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ആക്സിഡൻ്റ് ആകുന്നതിന് മുന്നേ ഒരു വലിയൊരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇഷ്ടത്തിലായിരുന്നവരായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോ അവൾക്കൊരു മണിയുടെ ഒരു ചെയിൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ലൈഫിൽ നിനക്ക് എന്തൊരു അത്യാവശ്യ കാര്യം വന്നിരുന്നാലും ഈ വിസിൽ ഇങ്ങനെ ഊതിയാൽ മതി, ഞാൻ നിൻ്റെ അടുത്ത് പറന്നെത്തുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് അന്ന് ഇത്രയും
സ്നേഹത്തോടെ നീ എന്നോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒരു അല്പം പോലും നിനക്കിപ്പോൾ ഓർമ്മയില്ലല്ലോടാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നേഴ്സ് വന്നിട്ട് ബ്ലഡ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ ശരീരത്തിൽ നിന്നുള്ള എല്ലാ ബ്ലഡും ഊറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവളാകെ വയ്യാത്തൊരവസ്ഥയിൽ ഇരുന്നിട്ടും നമ്മുടെ ഹീറോ അവളെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് അവളുടെ കൈ ഇങ്ങനെ തടവി ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോയുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഹീറോയുടെ എന്തൊരു കാര്യം പറയുന്നുണ്ട്, മാറി നിർത്തി സംസാരിക്കുന്നുണ്ട്. അവളുടെ അച്ഛന് തീരെ സുഖമില്ല, നമുക്ക് അയാളൊന്ന് കാണാനായിട്ട് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ, പക്ഷെ ഇപ്പം എന്തായാലും പോകണ്ട, എനിക്ക് ഇവളുടെ കാര്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ജയിലിലേക്ക് പോകാം. പിന്നൊരു കാര്യം, അയാൾ ജീവിച്ചാലും ചത്താലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരീ സംസാരിച്ചത് ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ നേരെ പോയി ആ ബ്ലഡ് ബാഗ് ഉണ്ടല്ലോ അതിനിപ്പോൾ കുറ്റിപ്പൊട്ടിക്കും, എന്നെ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴത്തേക്കും നീ ഇതെന്തേ കാണിക്കുന്നത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് വേണം, മര്യാദയ്ക്ക് എന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് തരത്തില്ല എന്ന് പറയുമ്പോൾ, ഓഹോ അപ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, നീ ഒന്ന് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവനും പറയുന്ന സമയം ഇവന് കാണ്ടാമൃഗത്തിൻ്റെ മനസ്സാ. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് എന്തായാലും അവൻ ഏൽക്കത്തില്ല, ഞാൻ സ്വയം മരിക്കുന്നത് തന്നെ നല്ലത്. ഈ 3 കൊല്ലവും നീറി ഞാൻ ജീവിച്ചില്ലേ, എന്നെ സ്നേഹിക്കാനായിട്ട് ഈ ലോകത്ത് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ കത്രികേനെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോ അതിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിയുന്നുമുണ്ട്. ഇപ്പോൾ ഈ അച്ഛൻ്റെ കാര്യം കേട്ടിട്ടും ഇത്രയും ബ്ലഡ് അവളുടെ ശരീരത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ അവൾ ആകെ ടയേർഡായിരുന്നു. പെട്ടെന്ന് അവൾ അങ്ങ് തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അടുത്തൊരു റൂമിൽ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും ഹീറോ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ വരുമ്പോൾ ഇവൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ആ കാമുകിയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് ഇവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ഇപ്പം വളരെ കഷ്ടമാണ്, നിങ്ങൾ അവളെ കുറച്ചുകൂടെ നന്നായിട്ട് കെയർ ചെയ്യണം. എപ്പോഴും അവളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ അവൾ ആകെ ടയേർഡാണ്. അടുത്ത പ്രാവശ്യം അങ്ങനെ ബ്ലഡ് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം ടെസ്റ്റുകൾ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുമ്പോൾ ഇവൻ അതൊന്നും കാര്യമാക്കുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇവൻ അന്ന് നടന്ന ആ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ആക്സിഡൻറ്റ് വന്നതിൻ്റെ ഇടയിൽ യാദൃച്ഛികമായിട്ടായിരുന്നു ഈ പെൺകുട്ടി കയറി വരുന്നത്. അപ്പം തന്നെ അത് ആനെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. പാവം, അവൾക്ക് അവളുടെ കാര്യം നോക്കി പോയിരുന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ അവസ്ഥ അവൾക്ക് വരത്തില്ലായിരുന്നു. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിൻ്റെ ബോധം ഒന്ന് തെളിഞ്ഞാൽ മാത്രം മതി, അത് മാത്രമാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിൻ കിടക്കുന്ന റൂമിൽ 2 മെയിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഹീറോയിനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവനെന്തോ അവളിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവൻ്റെ കണ്ണിൽ പച്ചമുളക് തേച്ച് കൊടുത്തൊരു ഫീലായിരുന്നു. അത്രയ്ക്ക് അവൻ ഇഷ്ടമല്ലായിരുന്നു അവളിങ്ങനെ ചിരിക്കുന്നത്. അവൻ ഉടനെ ആ റൂമിലേക്ക് പോയിട്ട് ഈ ഡോക്ടേഴ്സിന് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. കൂടുതൽ ചിരിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ, എന്ത് പറ്റി, നിനക്ക് മുന്നേ അറിയാവുന്ന ഡോക്ടേഴ്സാണ് ഇവരൊക്കെ, അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചിരിച്ചു കുഴഞ്ഞൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളോട് ചൂടാകുന്നുണ്ടായിരുന്നു. അവൾ അപ്പോഴും ദേവി ചെയ്ത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകും, എനിക്ക് അവരെ ഒന്ന് കണ്ടാൽ മാത്രം മതി, നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോകാം, പക്ഷേ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിൽ നീ എൻ്റെ കൂടെ വന്ന് എന്നെ നീ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും വേറെ ഒരു വഴിയില്ലാതെ അതിനോക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനാണെങ്കിൽ ആ മീറ്റിങ്ങിൽ ഒരു സുന്ദരിയായിട്ട് റെഡിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറുന്നതിന് മുന്നേ നിന്നോട് ആരെങ്കിലും നീ എൻ്റെ ആരാണെന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ സെക്രട്ടറി മാത്രമാണ് നീ, അതിനപ്പുറം നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ എൻ്റെ സ്വഭാവം മാറുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്തിട്ടായിരുന്നു ആദ്യക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ 1-2 ക്ലയൻസ് ഇരിപ്പുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഹീറോ തൻ്റെ സെക്രട്ടറിയാണ് ഇവളെന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഹീറോയിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മയങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഹീറോയുടെ അടുത്ത് ഇരിക്കാൻ സമ്മതിക്കാതെ അവിടെ ഉണ്ടായിരുന്ന വേറൊരാളുടെ അടുത്തേക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ഇവരൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഹീറോ ആണെങ്കിൽ അതിനെതിർത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ സ്ഥലത്തിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഇരിക്കുന്ന ആൾ പറയുന്നുണ്ട്, എടാ നിൻ്റെ സെക്രട്ടറി എന്തൊരു സുന്ദരിയാ, നിൻ്റെ സെക്രട്ടറി ഇത്രയും ഭംഗിയാണെങ്കിൽ നീ പുറം ലോകം അറിയിക്കാതെ വെച്ചേക്കുന്ന നിൻ്റെ ഭാര്യ എന്ത് സുന്ദരിയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഇവിടെ അകത്തേക്ക് കയറി വരുന്നതിന് മുന്നേ തന്നെ ഹീറോ ആ വെഡ്ഡിംഗ് റിങ് അങ്ങ് ഊരി വെക്കാനും ഇതാരും കാണിക്കരുതെന്നും പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് സങ്കടം വരുന്ന കാര്യമായിരുന്നു. എന്നിട്ടും ഇവൻ പറയുന്ന പോലെ ആ വെഡ്ഡിംഗ് റിങ്ങൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ഫെരു നമുക്ക് പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും ഹീറോയിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഡ്രിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മദ്യം കൊടുക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനും ചെറുതായിട്ട് കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിൻ്റെ അടുത്തിരിക്കുന്ന ഇയാൾ അവളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ട് വരുന്ന സമയത്ത് ഈ അടുത്തിരിക്കുന്ന ആൾ വന്ന് പറയുന്നുണ്ട്, വേണ്ട അതൊന്നും ഇപ്പം വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാട്ടിടാം,
എന്നിട്ട് ഇവളോട് ഡാൻസ് ചെയ്യാനായിട്ട് പറയാമെന്ന് പറയുമ്പോൾ അവൾക്ക് ഒന്നും മനസ്സിലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ഇരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇവളൊന്നും മിണ്ടത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആ സമയത്ത് പറയുന്നുണ്ട് അവൾ സംസാരിക്കത്തില്ല എന്ന്. ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ സോറി കേട്ടോ, ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ ഈ പാർട്ടിയിൽ ഡാൻസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഞാൻ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു എഴുതിയിട്ട് അവളെ കാണിക്കുന്നുണ്ടായിരുന്നത്. അവൾക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. കാരണം ഓൾറെഡി അവൾ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യാൻ അവൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ടേബിളിൻ്റെ മേളിൽ കയറി നിന്ന് വേണം ഡാൻസ് ചെയ്യാനെന്നും കൂടെ പറയുമ്പോൾ അവൾക്ക് വേറെ ഒരു വഴിയില്ലാതെ ഒരുപാട് സങ്കടത്തോടു കൂടെ എൻ്റെ ജീവിതമോ ഇനി ഇങ്ങനെ ഇനി ഒരു ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനെന്ന് പറഞ്ഞിട്ട് അവൾ ആ ടേബിളിൻ്റെ മേളിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ വേണ്ടാന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ടേബിളിൽ കയറാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളിവിടെ എന്തിനാ വന്നത്, പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിൻ്റെ പേരിൽ എന്തിനാ ഈ പെൺകുട്ടിയെ ഇങ്ങനെ കോമാളിയാക്കുന്നത് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവൻ്റെ പേര് ഗുവാൻ എന്നാണ്. അവൻ നേരെ വന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഹീറോയിനാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്രോൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന തൊട്ട് ഫ്രണ്ടിലായിരുന്നു ഈ ഗുവാൻ ആരുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഈ ട്രോളി വരുന്ന ഇവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതവൻ ഇടിക്കാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഓടിപ്പോയിട്ട് അവൻ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. അവൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവള് അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൾ പോയതിൻ്റെ പുറകിൽ നോക്കുമ്പോൾ ഇവളുടെ ID കാർഡ് തറയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവളുടെ പേരും അഡ്രസ്സും എല്ലാം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അന്ന് തൊട്ട് എന്തോ ഇവളെന്ന് പറഞ്ഞാൽ ഇവനൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ID കാർഡ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവൾ പറയുന്നുണ്ട്, ഞാൻ അന്ന് നീ പോയതിനു ശേഷം ഈ ID കാർഡ് തരാനായിട്ട് ആ ഹോട്ടൽ ഫുള്ള് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് ഈ കൂടെ ഇരിക്കുന്ന ബാക്കിയുള്ള ഈ കോഴികളുണ്ടല്ലോ അവന്മാരാണെങ്കിൽ, ഓ അപ്പോൾ ഇവൾ ഈ ഹോട്ടലിലൊക്കെ പോകുന്ന പെൺകുട്ടിയാണ്, കൊള്ളാം, അപ്പോൾ നമ്മൾ വിചാരിച്ച പാർട്ടി തന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്കെന്തോ ഈ ഗുവാൻ ഹീറോയിനെ നോക്കുന്ന നോട്ടം ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ അവളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗുവാൻ, ഇതെവിടെ പോകുന്നു, നിങ്ങളുടെ സെക്രട്ടറിയൊക്കെ തന്നെയായിരിക്കാം, പക്ഷേ എനിക്ക് അവളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഗുവാൻ ഹീറോയോട് പറയുമ്പോൾ ദേ നോക്കിയേ, ഇതെൻ്റെ സെക്രട്ടറിയാണ്, അത് നീ മറന്നു പോകരുത്. അപ്പം പിന്നെ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ എന്ന് പറയുന്നത്, എനിക്ക് അവളോട് കുറച്ച് അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ അപ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നേരെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട്, സത്യം വരടി, ആരാടി അവൻ, നീ പണ്ട് സ്നേഹിച്ച ആരെങ്കിലും ആണോ എന്ന് പറഞ്ഞിട്ട് അവളോട് നല്ല ദേഷ്യപ്പെടുമ്പോൾ, നീ എന്തിനാ അതൊക്കെ അറിയുന്നത്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ ഇത്രയും കോമളിയാക്കിയ സമയത്ത് നിന്റെ ഈ ദേഷ്യപ്പെട്ടല്ലൊന്നും ഞാൻ അവിടെ വെച്ച് കണ്ടില്ലല്ലോ, അപ്പോൾ പിന്നെ നീ ഈ കാര്യം എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് തർക്കുത്തരം പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ഹീറോയുടെ ഉള്ളിലുണ്ടായിരുന്ന സൈക്കോ പുറത്ത് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ അവളെ അങ്ങ് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നോക്കിയേ, ഞാനും നീ മരിക്കുന്നത് വരെയും നീ എനിക്ക് സ്വന്തമാണ്, അതിനിടയിൽ വേറെ ആര് വന്നാലും ഞാൻ അവരെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദേ പുറത്തേക്ക് ഇറങ്ങിയ ഒരൊറ്റ മനുഷ്യരോട് മിണ്ടാതെ നേരെ കാറിൽ പോയിരുന്നോളണം, അല്ലാതെ ഇനി ഇവിടെ എങ്ങാനും കിടന്ന് കറങ്ങാനാണ് പരിപാടിയെങ്കിൽ വീട്ടിൽ പോയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളോട് കാറിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ ഈ കഴുത്തിലൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് പുറത്തുള്ള ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ വിട്ട് മറിച്ചിട്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ഇവള് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നോക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലയൻറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതെവിടെ പോവാണ് മോളെ, നിന്നെ കാണുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ നേരെ അവൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. മോൾക്ക് എന്താ വെള്ളം വേണോ, ആകെ ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ അതിൽ വേറെന്തോ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഹീറോയിൻ അങ്ങ് ബോധം കെട്ടി വീഴുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്ന ഒരു റൂമിൽ ഹീറോയിൻ നേരെ കൊണ്ടുപോയി കിടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ അകത്ത് പിന്നെയും മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഹീറോയുടെ മനസ്സിൽ അപ്പോഴും അവൾ കാറിലേക്ക് പോയിട്ടുണ്ടായിരിക്കോ, അവർക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കോ എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഗുവാനാണെങ്കിൽ അവളെ കണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ നോക്കി നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിനെ റൂമിൽ കൊണ്ടാക്കിയിട്ടുള്ള അയാളില്ല. അയാൾ നേരെ വന്ന് ഈ ക്ലയൻറ്റിനോട് വന്ന് പറയുന്നുണ്ട്, സാർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അവളെ ആ റൂമിലാക്കിയിട്ടുണ്ട്, ഈ മരങ്ങോടൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ സാർ എന്തായാലും ഇനി അവിടേക്ക് പൊക്കോന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആ സമയത്ത് അവൾ കാറിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമോ, എന്നാലും ഒന്ന് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് അവളിവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ മാഡം ഇങ്ങോട്ട് വന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം അകത്താണെങ്കിൽ ഇയാൾ നമ്മുടെ ഹീറോയിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. അവൾ അവിടെ കിടന്ന് എങ്ങനെയൊക്കെ ഒച്ച വെച്ചിട്ടും പുറത്തൊരൊറ്റ മനുഷ്യർ അറിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കസ്റ്റഡിയിൽ നിന്ന് ഇവൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹീറോ പിന്നെ ഇവളിത് എവിടെ പോയതാന്ന് പറഞ്ഞ് ഒന്നും അറിയാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ വന്ന് പറയുന്നുണ്ട്,
അതെ, നിങ്ങളുടെ പ്രോജക്റ്റ് സാർ നാളെ സൈൻ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. എന്തായാലും സാറിന് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് ഇതുപോലൊരു സുന്ദരിയെ സാറിന് വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് സാർ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, നിങ്ങൾ ഇങ്ങനൊരു സർപ്രൈസുമായിട്ട് ഇവിടേക്ക് വരുമെന്ന്. സാറിന് അവളെ കല്യാണം കഴിക്കണമെന്ന് കൂടെ ആഗ്രഹമുണ്ട്. എന്തായാലും അതിന്ന് തന്നെ നടക്കും. രണ്ടുപേര് മേളിൽ റൂമിലുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇത് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇയാളാണെങ്കിൽ ഹീറോനോട് പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ച് വെച്ചേക്കുന്നത്? നിന്റെ ബോസ് ഇപ്പം തന്നെ നിന്നെ രക്ഷിക്കാനായിട്ട് വരുമെന്നാണോ? നിനക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? നിന്നെ അവൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവൻ എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് സൈൻ ചെയ്ത് കിട്ടണമായിരുന്നു. അതിന് നിന്നെ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അതുപോലും അറിയാത്തൊരു മണ്ടിയായി പോയലോട് നീ എന്ന് പറഞ്ഞിട്ട് അവളോട് പിന്നെയും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറേണ്ടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഹീറോന് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇവൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് അവൻ്റെ തലയിൽ ഒരു അടി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹീറോ ഇവിടെ താഴ്ന്നിട്ട് ഈ വന്ന് പറയുന്ന ഇയാൾക്ക് ഒരു ഇടിയും കൊടുത്തിട്ട് അവർ ഏത് റൂമിലാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് പറന്നു പോകുന്നുണ്ടായിരുന്നു. ഹീറോനാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഓടാൻ നിൽക്കുന്ന സമയത്തും ഇയാൾ പിന്നെയും വന്നിട്ട് അവളെ റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഹീറോ വന്നിട്ട് അയാൾ ഇടിയടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ അസിസ്റ്റൻറ്റ് അതിന് കുറച്ച് വീഡിയോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴേലും ഇതിനെ ചൊല്ലി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തെളിവ് എന്തെങ്കിലും ഇവർക്ക് വേണമല്ലോ. അങ്ങനെ അതിനുശേഷം ഹീറോയിനെ ഇവരവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിനാകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഹീറോയ്ക്കും അതിൻ്റെ പേരിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അവൾ കാറിലിങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് താൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ എണീറ്റ് അവന് ഫ്രണ്ടിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും എന്നെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഞാൻ അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പെൺകുട്ടിയാണോ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമോ? ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ ഇന്ന് അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കാനായിട്ട് എങ്ങനെ മനസ്സ് വന്നെന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നത് പോലെയല്ല, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല നിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. നീ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലാന്നോ? പിന്നെ എന്താ നിങ്ങൾ പറയാനായിട്ട് പോകുന്നത്? അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ അവിടെ വെച്ച് ഇത്രയും കളിയാക്കി ഒരു കോമാളിയാക്കിയ സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴ് അവനൊന്നും മിണ്ടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും ഒരു മനുഷ്യ സ്ത്രീ അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് ഓക്കെയാണ്, പക്ഷേ നീ ഇവിടെ ഇരിക്കുക, എന്തിനാ നീ ഇവിടേക്ക് വന്ന് സംസാരിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ അവൾ തലകറങ്ങി വീഴുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ എന്തോ ഹീറോയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അവളെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് ഡ്രിപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഹീറോയോട് പറയുന്നുണ്ട്, ഞാനിത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവളുടെ ബോഡി ഇപ്പം നല്ല വീക്കാണ്. നിങ്ങൾ അവളോട് ഇങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതിയിൽ എന്തോ ഹീറോ ചെയ്തതുപോലെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അവളെ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യണമെന്നും നല്ല ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, സാർ ഇനി ദയവ് ചെയ്ത് മാഡത്തിന് ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ട് പോകരുത് പ്ലീസ്. അതുപോലെ തന്നെ മാഡത്തിനും നിങ്ങൾ എന്നെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് കൊടുക്കരുത്, നിങ്ങളും അതിൽ കുറച്ച് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻ്റ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തും ഹീറോയ്ക്ക് എന്തോ ഈ 3 കൊല്ലവും ഹീറോയിൻ ഇവനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ പോലും അവന് അവളെ കഷ്ടപ്പെടുത്തണ്ടായിരുന്നു, അയ്യോ പാവം തോന്നുന്നൊക്കെ പറഞ്ഞ് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെന്തോ അവന് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ടായിരുന്നു അവളെ കാണുമ്പോഴത്തേക്കും. ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ? നിനക്ക് അതിൻ്റെ പേരിൽ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്കും ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് വെറുതെ വിടണമെന്ന്, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, ഇന്ന് നീ ഒരുപാട് സുന്ദരിയായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് നീ ഇനി എന്തൊക്കെയാണ് സഹിക്കാനായിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അവളോട് പറയുന്ന സമയത്തായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ റിങ് അവൻ കാണുന്നത്. ഇത് നീ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുവാണോ? നിന്നോട് ഞാൻ ആ പാർട്ടിക്ക് വരുന്നതിന് മുന്നേ പോലും ഊരി വെക്കാനായിട്ട് പറഞ്ഞതല്ലേ, പക്ഷേ നീ അതിപ്പോഴും കയ്യിലെടുത്തിട്ടേക്കുന്നു. നീ ഇതിന് എന്ത് വലിയ ഇമ്പോർട്ടൻസാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഹീറോയിനെ വിട്ട് കല്യാണം കഴിപ്പിക്കണമെന്നുള്ളത് അവൻ്റെ മുത്തശ്ശിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അവൻ ആദ്യം അതിന് വില്ലിങ് അല്ലായിരുന്നു. പിന്നെ അവരുടെ നിർബന്ധപ്രകാരവും പിന്നെ ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ടൊരു ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമാണല്ലോ, അതിൻ്റെ പേരിലും കൂടെയായിരുന്നു ഹീറോയിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെഡിങ് റിംഗ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശി അവർക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ റിംഗ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ആ റിംഗ് എടുക്കാനോ അവളെ കല്യാണം കഴിക്കാനോ. അതുകൊണ്ട് തന്നെ താല്പര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഹീറോയിൻ തന്നെ മുത്തശ്ശി എനിക്ക് ഈ റിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അന്നൊരു റിംഗ് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം ആലോചിച്ചിട്ട് രാത്രി മുഴുവനും ഹീറോയിൻ്റെ കൂടെ ഹീറോ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മിന്നി പാഞ്ഞു പോകുമായിരുന്നു. ആ കൂട്ടത്തിൽ അവൻ ഇതുവരെ കാണാത്തൊരു സ്വപ്നം അവൻ കാണുന്നുണ്ട്, ഒരു പെൺകുട്ടി. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അവളുടെ മുഖം ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴൊക്കെയോ അവൻ എപ്പോഴും അവളുടെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് മൊമെൻറ്റ്സ് അവൻ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പാവം നമ്മുടെ ഹീറോയിനും അത്രയേറെ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ആരായിരിക്കും, അവളുടെ മുഖം എന്താണെന്ന് പറഞ്ഞിട്ട് അവൻ എത്ര ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ മുഖമായിട്ട് വരുന്നത് അവനെ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പെൺകുട്ടിയുടെ ഫേസ് ആയിരുന്നു കേട്ടോ. അപ്പം അവൻ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ഓൾറെഡി എണീറ്റിരിപ്പുണ്ടായിരുന്നു. അവൾ എന്നിട്ട് സംസാരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നുണ്ട്, രാത്രി മുഴുവൻ എനിക്ക് വേണ്ടിയിട്ട് നീ ഉറക്കളച്ചാണോ ഇരുന്നെന്ന് ചോദിക്കുമ്പോൾ
അവനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടിയിട്ട് അവൻ ഇത്രയും സമയം എൻ്റെ ഒപ്പം ഇരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ തന്നെ അവിടേക്ക് ഒരു മെയ്ഡ് വന്നിട്ട് അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മാഡം നിങ്ങൾ ഈ ഫുഡ് കഴിക്കുക, ഇത് ബ്ലഡ് ഊറാനുള്ള ഫുഡാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമേ ഒറിജിനൽ മാഡത്തിന് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിന് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ഹീറോ ഇത്രയും സമയം അവളുടെ കൂടെ ഇരുന്നത് ചിന്തിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു മെയ്ഡ് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അവളത് ആലോചിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് അവൾക്ക് എന്തെങ്കിലും ബോധം വന്നു കഴിഞ്ഞാൽ എന്നെ ഉറപ്പായിട്ട് ഇവൻ ഉപേക്ഷിക്കുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആകെ സങ്കടം വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ പറയുന്നുണ്ട്, നീ ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് റെഡിയാവുക, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, കുറച്ച് ബ്ലഡ് കൊടുക്കാനായിട്ടുണ്ടെന്ന്. ഈ ഒരു അവസ്ഥയിൽ പോലും അവൻ ഇതിനൊരു കുറവുമില്ല. ശരിക്കും ഞാനൊരു ബ്ലഡ് ബാങ്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവൾ റെഡിയായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ബ്ലഡ് കൊടുത്തിട്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഹീറോയുടെ മുത്തശ്ശി വന്നിട്ട് ഇവന് ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. എടാ നിനക്ക് വിവരമെന്ന് പറഞ്ഞ സാധനമില്ലേ, നീ എന്തിനു വേണ്ടിയിട്ടാ നിൻ്റെ ഭാര്യ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എവിടെന്നോ വന്ന് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, ശരിക്കും ഈ പെൺകുട്ടി നിൻ്റെ ആരാണ്, നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാകെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശി നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഈ കിടക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണാണെന്ന് പറയുമ്പോൾ മാങ്ങാത്തൊലി, നീ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം എടുക്കരുത്. നിൻ്റെ അച്ഛനായിരുന്നു ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നത്, നിൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവന് വേറൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടിട്ട് അവരോടൊരും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അവർക്ക് ദൈവം വിധിച്ചത് വേറൊന്നായിരുന്നു. അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാത്തൊരു ജീവിതം ജീവിച്ചതുകൊണ്ട് എന്ത് പറ്റി, ആക്സിഡൻറ്റിൽ അവർ നേരത്തെ മരണപ്പെടുകയും ചെയ്തു. നിൻ്റെ അമ്മ ബാക്കിയുണ്ടായിരുന്ന സ്വത്തും കൊണ്ട് അബ്രോഡ് പോയി സെറ്റിൽ ആവുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ അതേ ഇത് തന്നെയാണല്ലോ നീയും ചെയ്യുന്നത്, ഇതിലൂടെ നിനക്ക് എന്തായി കിട്ടാനായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി നിങ്ങൾക്ക് അറിയത്തില്ലേ എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഇവളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അവളുടെ ഫാമിലി ആയിരിക്കാം, പക്ഷേ അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് അയാൾ ഇപ്പോഴും അനുഭവിക്കുന്നില്ലേ, അയാൾ ജയിലിലല്ലേ കിടക്കുന്നത്, അയാൾക്ക് കിട്ടേണ്ടത് അയാൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത ഈ മിണ്ടാപ്രാണിയെ നീ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയാൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ അപ്പോഴും മുത്തശ്ശി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കറിയായിരുന്നു അവളെ എപ്പോഴും കൊണ്ടുവന്ന് ഇങ്ങനെ ബ്ലഡ് എടുക്കുന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നീ ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നാലും നീ ഈ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്, നിൻ്റെ ഭാര്യ ഇവളാണ്, അല്ലാതെ ഈ കിടക്കുന്നവളല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് അസിസ്റ്റന്റ് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാഡമില്ലേ, ആ മാഡത്തിൻ്റെ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് സാറിൻ്റെ വൈഫിനോട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ട് ഇത് അയച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ അവൻ ഞാൻ സ്നേഹിക്കുന്നത് അവളെയല്ലേ, പിന്നെ അവളുടെ ഫാമിലിക്കാർ നടത്തുന്ന ഇങ്ങനെ ഒരു ഫംഗ്ഷന് എന്തിനാ അവരുടെയും എൻ്റെയൊക്കെ ശത്രുവായിട്ടുള്ള ഇവളെ ക്ഷണിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ എന്നെപ്പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ കോമാ സ്റ്റേജിൽ കിടക്കുന്ന പെൺകുട്ടിയെ കാണാനായിട്ട് ഒരു ചെക്കൻ വരുന്നുണ്ട്. വന്നിട്ട് അവളുടെ അടുത്ത് വന്നിരുന്ന് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് എൻ്റെ പഴയ ബേബിയായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ചെക്കൻ ആരാന്നുള്ളത് അറിയത്തില്ല. ഇവിടെ നമ്മുടെ ഹീറോയുടെ വീട്ടിൽ ഇപ്പോൾ മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിന്നോട് ഇതിന് മുന്നേ ഇവളാണ് നിൻ്റെ ഭാര്യ എന്നുള്ളത് എല്ലാവരോടും പറയാനായിട്ട് ഒരു പാർട്ടി വെക്കാനായിട്ട് പറഞ്ഞപ്പോൾ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി എന്തായാലും അത് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, എത്രയും പെട്ടെന്ന് ആ പാർട്ടി നടത്തണമെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നിന്റെ ഉദ്ദേശം പിന്നെ എന്താണ്, ഇവളെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണമെന്നാണോ നീ വിചാരിക്കുന്നത് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ ഇവളവിടെ കൊന്നില്ലല്ലോ, ഇവളെപ്പോഴൊക്കെയാണോ അവൾക്ക് ബ്ലഡ് കൊടുത്തിട്ടുള്ളത് ആ സമയത്ത് എപ്പോഴും ഞാൻ ഇവളുടെ അമ്മയ്ക്ക് ഒരു എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നുമുണ്ട്, അവരത് ചോദിച്ച് മേടിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ ഇവളെ കൊല്ലുന്ന പോലെ ആണെന്ന് ചോദിക്കുമ്പോഴായിരുന്നു ഈ കാര്യം ഇപ്പോഴാണ് ഹീറോയിൻ അറിയുന്നത്. തൻ്റെ ചുറ്റിലുള്ളവർ തന്നെ ഏതൊക്കെ രീതിയിലാണ് പറ്റിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അതൊക്കെ നിൻ്റെ കടമയാണ്, നിൻ്റെ അമ്മായി അമ്മയെ നീ സഹായിക്കുന്നത് നീ ചെയ്യേണ്ട കാര്യമാണ്, അതിനൊക്കെ ഇങ്ങനെ കണക്ക് പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പാർട്ടി നടത്തണമെന്ന് പറയുമ്പോൾ ഹീറോ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ പെട്ടെന്ന് മുത്തശ്ശി നെഞ്ചിലേക്ക് കൈവച്ചിട്ട്, അയ്യോ എനിക്ക് വല്ലാണ്ട് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പാർട്ടി കൂടെ കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വേറെ ഒരു വഴിയില്ലാതെ ഹീറോ അവസാനം സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി വാ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവിടാം, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, അതിനിപ്പോൾ എന്താ ഞാൻ വീട്ടിലേക്ക് പോകുന്നത്, നീ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇന്നിവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിവന് കേൾക്കും എന്തോ വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. നിങ്ങൾ പോയി കിടന്നോ മക്കളെ, ഞാൻ കിടക്കാനായിട്ട് കുറച്ചുകൂടെ സമയം കഴിയുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഹീറോയിൻ വേറെ റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ മുത്തശ്ശി വന്നതുകൊണ്ട് ഇവർക്ക് ഒറ്റ റൂമിൽ കിടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നടന്നു പോകുന്ന സമയത്ത് നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, ഇല്ലാന്ന് ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ വാ മുത്തശ്ശി ഉറങ്ങിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരും ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വരാം, ഞാൻ കുളിച്ചിട്ട് ഈ റൂമിലേക്ക് വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകുമെന്ന് പറഞ്ഞ് ഹീറോയിനോട് പറഞ്ഞിട്ടായിരുന്നു ഇവൻ കയറി പോയിട്ടുണ്ടായിരുന്നത്. ഇവൾക്കാണെങ്കിൽ പിന്നെ എനിക്കാണെങ്കിൽ ഇതിന് ഭയങ്കര ആഗ്രഹമാണല്ലോ ഈ റൂമിൽ തന്നെ ഇരിക്കാനായിട്ട്. ഞാൻ എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൾ ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ ഈ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ മുത്തശ്ശി എന്താ മോളെ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ, അത് മുത്തശ്ശി എനിക്ക് നന്നായിട്ട് വിശന്നു, പക്ഷേ ഇപ്പം എനിക്ക് വിശക്കുന്നില്ല, എങ്കിൽ ഞാൻ പോയി കിടക്കട്ടെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത്, നീ ഇത് ഇവിടുന്ന് പോയില്ലേ,
എന്താ ബോധം ചോദിക്കുമ്പോൾ അത് മുത്തശ്ശി പുറത്തിരിപ്പുണ്ട്. പിന്നെ നീ പറയുന്ന കള്ളത്തരെല്ലാം വിശ്വസിക്കാനായിട്ട് ഞാൻ മണ്ടനല്ല എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണെന്ന് പറഞ്ഞ് ഇവൻ ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി മോനെ, നിനക്കും വിശക്കുന്നുണ്ടോ? ഇല്ല മുത്തശ്ശി, ഇതൊക്കെ കുറച്ച് ഓവറല്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു മോൻ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഇതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവസാനം അവന് വേറെ ഒരു വഴിയില്ലാതെ ആ ഡോർ അങ്ങ് അടയ്ക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അവനെ ഹീറോനോട് കുറച്ച് സ്നേഹത്തിൽ തന്നെ ഇടപഴകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഒരു റൂമിൽ കഴിയുന്നതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാഗുകൊണ്ട് കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി നല്ല മനോഹരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി പുറത്തിരുന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഉറങ്ങാനായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അവർ പോയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഹീറോ നൈസായിട്ട് ഹീറോയിനെ പിടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ടായിരുന്നു. അവളുടെ റൂമിലേക്ക് പോകാനായിട്ട് നടന്നു വരുന്ന സമയത്ത് അസിസ്റ്റന്റിനെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ബ്ലഡ് കൊടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മയ്ക്ക് അയാൾ കാശ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല മാഡം, ഇങ്ങനെ ബ്ലഡ് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്തൊക്കെ മാഡത്തിൻ്റെ അമ്മ സാറിനോട് പണം ആവശ്യപ്പെടാറുണ്ട്, അത് ഇതുവരെയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്കാകെ വല്ലാണ്ടാവുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനെ പറ്റിയിട്ട് അമ്മയോട് തന്നെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നേരെ അവൾ അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെ അവളുടെ അമ്മയാണെങ്കിൽ മഹാ തോന്നിവാസിയായിരുന്നു. ഇങ്ങനെ കിട്ടുന്ന കാശൊക്കെ ചീട്ട് കളിച്ചിട്ട് കളഞ്ഞു കുടിക്കലായിരുന്നു അവരുടെ പണിയെന്ന് പറയുന്നത്. ഹീറോയിൻ നേരെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നീ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെയും ചീട്ട് കളിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ മോളാ വന്നത്, നിങ്ങൾ ആരും അത് കാര്യം വെക്കണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഹീറോയിൻ നേരെ പോയിട്ട് ഈ ടേബിളിൽ അങ്ങ് മാർച്ചിടുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇറങ്ങി ഓടുന്നുണ്ട്. ഇതെന്താടി കാണിച്ചത്, ഞങ്ങളൊന്ന് സുഖം പിടിച്ച് കളിച്ച് വരുമായിരുന്നു, എൻ്റെ പണം എല്ലാം കൊണ്ട് അവർ പോയി നീ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവളോട് ചൂടാവുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ നിങ്ങൾ എന്തൊക്കെ ഈ കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാ അവൻ്റെ ഇങ്ങനെ കാശ് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, നീ അവിടെ എന്തായാലും പണിയെടുക്കുന്നുണ്ട്, നിനക്കോ അതൊരു പ്രയോജനമില്ല, അപ്പോൾ പിന്നെ എനിക്കെങ്കിലും കുറച്ച് കാശ് കിട്ടിക്കൂടെന്ന് വിചാരിച്ചാൽ ഞാൻ ചോദിച്ചത്, അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവളോട് ചൂടായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരെന്തോ കുറച്ച് കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് 2 ഗുണ്ടകൾ നേരെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഇവരാകെ പ്രശ്നമാക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഇവളുടെ അമ്മയ്ക്കും എന്തൊക്കെ പറഞ്ഞു തന്നിട്ടും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇവളുടെ അമ്മയെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളിപ്പം ഞങ്ങളുടെ കാശ് എന്നല്ലെങ്കിൽ നിങ്ങളുടെ വിരൽ ഞങ്ങൾ കട്ട് ചെയ്ത് കളയുമെന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ പാവം നമ്മുടെ ഹീറോയിൻ അവരുടെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങളുടെ കാശ് എൻ്റെ മകൾ തരും, ഇവളൊരു പണക്കാരനായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചത്, ഇതാണ് എൻ്റെ മകള്, നിങ്ങൾക്ക് കാശ് ചോദിക്കണമെങ്കിൽ ഇവളോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഞാൻ തരാം, എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഈ വന്ന് നിൽക്കുന്ന ഇയാളാണെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് വെക്കുവാണെങ്കിൽ ഇന്ന് തന്നെ ആ കടം അങ്ങ് തീർക്കാമെന്ന് പറയുമ്പോൾ ഹീറോയിനോട് ഇവർ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ ഒന്നും പറയാനറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ കിടക്കുന്ന ഈ ഡയമണ്ട് റിംഗ് ഇവർ കാണുന്നുണ്ടായിരുന്നു. അയ്യോ, നീ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് പണം തരുന്ന കാര്യം നോക്കണ്ട, ഇത്രയും വിലപിടിപ്പുള്ള മോതിരമല്ലേ കയ്യിൽ കിടക്കുന്നത്, അത് ഞങ്ങൾ അങ്ങ് ഊരി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവളെ പിടിച്ച് വെച്ചിട്ട് ആ മോതിരം ഊരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവളെങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതൊന്നും മാറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ ഇതുവരെയെങ്കിലും ഒരു കടം അങ്ങ് തീരട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഹീറോയിൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ ഇത്രയും കാശ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ആ പണമൊന്നും തിരികെ കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഹീറോ വന്നിട്ട് ഇവരെ എല്ലാവരും അടിച്ചിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നാളെ ഓഫീസിലേക്ക് വന്നിട്ട് എത്രയാണോ പണം തരാനായിട്ടുള്ളത് അത് മേടിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് പൊക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വരട്ടി വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയിനോട് നമുക്ക് പാർട്ടിക്ക് പോകാനുള്ള സമയമായി, ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പാർട്ടി എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമാ സ്റ്റേജിൽ കിടക്കുന്ന പെങ്കുച്ചില്ലേ നമ്മുടെ ഹീറോയുടെ കാമുകിനെ നമുക്ക് പറയാം. അവളുടെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ പാർട്ടിയിലേക്ക് ഹീറോയിനും കൂട്ടി വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ ഈ കാമുകിയുടെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അവൾ നേരെ വന്നിട്ട്, കൊള്ളാലോ, എൻ്റെ ചേച്ചി നിൽക്കേണ്ട സ്ഥാനത്ത് നിനക്ക് ഒരു ഉളുപ്പും ഇങ്ങനെ കയറി നിൽക്കാനായിട്ട്, പിന്നൊരു കാര്യം ഞാൻ പറയാം, ഇവിടേക്ക് കയറി വന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നീ ഞങ്ങളോട് സോറി പറയണമെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതൊന്നും പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ ആംഗ്യ ഭാഷയിൽ പറയുന്നുണ്ട്, ദയവായിട്ട് തന്നെയാണ് നിനക്ക് സംസാരിക്കാനുള്ളത് കഴിവ് തരാനിരുന്നത്, അതും കൂടെ തന്നിരുന്നെങ്കിൽ നീ എന്തൊക്കെ ഇവിടെ ചെയ്യുമായിരുന്നു പറഞ്ഞിട്ട് ഇവള് പിന്നെയും പറയുന്നുണ്ടായിരുന്നു. സോറി പറയാനായിട്ട് നിനക്ക് വാ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ മുമ്പിൽ ഇപ്പം മുട്ടുകൂട്ടിയിരുന്ന് പറയണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവൾക്ക് അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പുറകിൽ നിൽക്കുന്ന ഒരു വെയിറ്റർ ചെക്കനെ നോക്കി കണ്ണ് കാണിച്ചിട്ട് ഇവളെന്തോ പറയുന്നുണ്ടായിരുന്നു. അവൻ നേരെ വന്നിട്ട് ഹീറോൻ്റെ കാലിൽ ചെറുതായിട്ടൊരു തട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ അപ്പം തന്നെ കാലും അടങ്ങി മുട്ടുകുത്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദേ ഇതുപോലെ നീ ഇരിക്കണം, കാരണം ഞങ്ങളുടെ വീട്ടിൽ വരാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല, നിന്നടുത്ത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയുടെ സിസ്റ്റർ വരുന്നുണ്ടായിരുന്നു. ഇതെന്തേ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞൂടായിരുന്നു ചേട്ടാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇതാ ഗിഫ്റ്റ് എടുത്തിട്ട് വരുന്നു, ഞാനും കൂടെ വരട്ടെ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും കേട്ടില്ല, ഇപ്പോൾ കണ്ടല്ലോ ഞാൻ വരാൻ എന്തിനാ പറഞ്ഞെന്നുള്ളത്, മുത്തശ്ശി ഇതൊന്നും അറിയണ്ട, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് വേറെ പണി തരുമെന്ന് പറഞ്ഞ് അനിയത്തി പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറയാനായിട്ട് നീ ആരാടി ചേട്ടാ, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടും തിരിച്ച് പറയാനായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ പെട്ടെന്ന് ഹീറോൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ട് വിട്ടുപോയി, ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട്. ഹീറോയിനാണെങ്കിൽ ഇവനിതെന്താ ഈ പറയുന്നതെന്നൊന്നും മനസ്സിലാതെ വായും പൊളിച്ച് നിൽക്കുന്ന സമയം അവിടേക്ക് ഈ കാമുകി പെങ്കൊച്ചിൻ്റെ അമ്മയച്ഛനും വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഈ അനിയത്തി പെൺകുട്ടി വഴക്ക് പറയുന്നുണ്ട്, നീ ഇതെന്താ ഈ കാണിക്കുന്നത്, പാർട്ടിയിൽ വന്ന ഗസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. പാർട്ടിയിൽ വന്ന ഗസ്റ്റോ എൻ്റെ ചേച്ചി നിൽക്കേണ്ട സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നതും പോരാഞ്ഞിട്ട് അച്ഛൻ എങ്ങനെയാ ഇവളെ ഗസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് ഈ പെങ്കൊച്ച് പറയുന്നുണ്ട്.
അപ്പോഴീ പെങ്കുച്ചിൻ്റെ അമ്മയും പറയുന്നുണ്ട്, അവൾ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇവൾക്കൊന്നും ഈ പാർട്ടിയിൽ വരാനായിട്ട് ഒരു അർഹതയില്ല. വലിഞ്ഞു കയറി വന്ന ഇവളടുത്തൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതിയെന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയുടെ ഈ അനിയത്തി പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. പിന്നെ എൻ്റെ ചേച്ചിക്കും നിങ്ങളെ വിഷ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വിഷ് ചെയ്യുവാണ്. ഇതാ എൻ്റെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പറയുമ്പോൾ വിഷ് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഇത് ആകെ സങ്കടം വരുന്നുണ്ട്. ഹീറോ മാറി നിൽക്കുന്ന സമയത്ത് ഈ അനിയത്തി പെൺകുട്ടി പോയി പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്? ഒന്നുമില്ലേലും ചേച്ചി നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ? എത്ര സ്ഥലങ്ങളിലാണ് കൊണ്ടുപോയിട്ട് അവരിങ്ങനെ കഷ്ടപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും അവരൊരു മനുഷ്യ സ്ത്രീയാണ്. ദേവി ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ കാണിക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളോട് ഞാൻ എന്ത് ചെയ്തു? അവളൊരു പെൺകുട്ടി തന്നെയായിരിക്കാം എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് പറ്റുമോ? അവൾ എൻ്റെ ഭാര്യ മാത്രമാണ്. ഞാൻ സ്നേഹിക്കുന്നത് വേറൊരു പെൺകുട്ടിയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നിൻ്റെ ഒറിജിനൽ നാത്തൂനായിട്ട് വരുന്നത് അവളാണെന്ന് പറയുമ്പോൾ നിർത്തിക്കേ, നിങ്ങൾക്ക് എങ്ങനെ എന്നോട് പറയാനായിട്ട് തോന്നുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളിനി ഇവളെ ഉപേക്ഷിക്കുവാണെങ്കിലും എന്ത് ചെയ്തിരുന്നാലും എൻ്റെ നാത്തൂനായിട്ട് ഞാൻ ഇവളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു സ്വഭാവം അവൾക്കുള്ളതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയിനാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ അടുത്തേക്ക് ആ ഗുവാൻ വരുന്നുണ്ട്. നീ എങ്ങനെ ഇവിടെ വന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ പാർട്ടിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കെന്തോ വരാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ആ സമയത്തായിരുന്നു നീ ഇവിടെ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കുന്ന വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. നിനക്കെന്താ ബോറടിക്കുന്നുണ്ടോ? നമുക്കെന്താ പുറത്ത് പോയി നിന്ന് നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാകത്തില്ല, അവൻ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയുമെന്ന് പറയണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ, അവൻ്റെ ഭാര്യയാണ് നീ എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കൊണ്ട് അവൻ എന്താ പ്രശ്നമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവർ നിന്ന് താഴെ സംസാരിക്കുന്നതെല്ലാം ഹീറോ മേളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ബാക്കി ഒന്നിനും പ്രശ്നമില്ലാത്തവൻ ഇവനോടൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അവന് ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നുണ്ടായിരുന്നു. നീ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഗുവാനോട് ഹീറോയിൻ ചോദിക്കുന്ന സമയത്ത് എനിക്കെന്തോ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വേറെ രീതിയിലൊന്നുമല്ല, നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം, നീ വാ നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞൊക്കെ നടക്കാമെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ അടുത്ത് മാത്രം നീ സംസാരിക്കാനായിട്ട് പാടുള്ളൂ, നിനക്ക് എത്ര ധൈര്യം ഉണ്ട് കേട്ടാ ഇവനോട് കണ്ട് നീ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ബലമായിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ അനിയത്തി പെങ്കൊച്ചാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്, എല്ലാവരും പൂളിൻ്റെ സൈഡിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടേക്ക് വരുന്ന സമയത്ത് ഇത്രയും നാൾ കോമാ സ്റ്റേജിൽ കിടന്ന നമ്മുടെ ഹീറോയുടെ കാമുകി എന്ന് പറഞ്ഞ ആൾ വീൽ ചെയറിൽ വരുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഹീറോയിൻ്റെ ചേർത്ത് പിടിച്ച കൈ അവനങ്ങ് വിട്ടിട്ട് അവളുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു. പോയിട്ട് നീ എങ്ങനെ ഇവിടെ വന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത്രയും നാളും നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ പിന്നെ അതൊന്നും കാണാതെ എനിക്ക് എങ്ങനെയാണ് തിരികെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനായിട്ട് പറ്റുക? അങ്ങനെ ഞാൻ വരാതിരുന്നു കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യ സ്ത്രീയേ അല്ല. എനിക്കറിയാം നീ എത്രമാത്രമാണ് സ്നേഹിക്കുന്നുള്ളത്, അതുപോലെ തന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെന്തോ മറ്റേ ഓസ്കാറൊക്കെ കൊടുക്കുന്ന രീതിയിൽ അങ്ങ് അഭിനയിക്കുന്നുണ്ടായിരുന്നു. പാവം ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ അവളുടെ കയ്യിൽ കിടക്കുന്ന ആ റിങ്ങിനിങ്ങനെ നോക്കി കോണി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം ഈ പുറകിൽ നിൽക്കുന്ന ഈ അനിയത്തി പെൺകുട്ടിയാണെങ്കിൽ വെയിറ്റർ ചെക്കന് ഒരു കണ്ണുകൊണ്ട് സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ നടന്നു വന്ന് ഹീറോയിൻ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് പിടിച്ച് തള്ളി വിടുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളെ രക്ഷിക്കാനായിട്ട് പോകുന്ന നിൽക്കുന്ന സമയത്ത് ഈ വീൽ ചെയറിലിരിക്കുന്ന ഈ പെൺകുട്ടിയാണെങ്കിൽ എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചിട്ട് താഴെ ഇങ്ങനെ തല ഇറങ്ങി വീഴുന്ന പോലെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഹീറോ അപ്പം തന്നെ ഇവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗുവാൻ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ട് ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഈ പെങ്കുച്ചിനെ കൂടിയിട്ട് ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവരുടെ കാറിൻ്റെ പുറകിൽ നമ്മുടെ ഹീറോയുടെ അനിയൻ ചെക്കനുണ്ടായിരുന്നു. ഈ ചെക്കൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് ആരും കാണാതെ അവളെ കാണാനായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവനായിരുന്നു. ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഹീറോ ഇവളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ടെങ്കിലും ഇവളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ടുള്ളത് ഈ പയ്യനായിരുന്നു. അതിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പുറത്ത് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം ഇവനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എടാ നിന്നോട് ആരോടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞത്? അവനെയും അവളെയും തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കണമെന്ന് മാത്രമേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ അവനെ കൊല്ലാനായിട്ട് ഒരു ആക്സിഡൻ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ചെക്കനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തത് ഈ ചെക്കനായിരുന്നു കേട്ടോ, അതായത് നമ്മുടെ ഹീറോയുടെ സ്വന്തം അനിയനെന്ന് പറയുന്നത്. ഞാൻ പിന്നെ എന്ത് വേണം, ഈ ലോകത്ത് ഞാൻ ജനിച്ചതിൻ്റെ അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നും എൻ്റെ ചേട്ടൻ വളരെ നല്ലവനാണെന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നീയും അവനെയാണ് സ്നേഹിക്കുന്നത് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയ സമയത്ത് ആകെ എന്നെ ചേർത്ത് പിടിച്ചത് നീ മാത്രമാണ്. എൻ്റെ ചേട്ടൻ അവളെ സ്നേഹിക്കുവാണെങ്കിൽ അവരങ്ങ് കല്യാണം കഴിഞ്ഞ് പോട്ടെ നീ ചിന്തിക്കണമായിരുന്നു, പക്ഷെ നീ അവരെ പിരിക്കണമെന്ന് പറഞ്ഞ്
എൻ്റെ ചേട്ടനെ സ്വന്തമാക്കണമെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ലായിരുന്നു. അവനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു പിന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക കാര്യം എന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്നോട് കയറി വരാനായിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇവൻ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ പെങ്കൊച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറോയും ഹീറോയിനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇവൾക്ക് ഹീറോയെ ഇഷ്ടമായത് കാരണം ഇവർ തമ്മിൽ എങ്ങനെയും പിരിക്കണമായിരുന്നു. അതിനെ കൂട്ടുപിടിച്ചതായിരുന്നു ഹീറോയുടെ അനിയനെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഈ പെങ്കൊച്ചിനെ കാണാനായിട്ട് അവളുടെ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ നഷ്ടപ്പെടും. നിനക്ക് എത്രയും പെട്ടെന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറയുന്നത്? അവന് പഴയ ഓർമ്മകളൊന്നുമില്ല ഇപ്പോൾ. ഇങ്ങനൊരവസരം ഈ ലൈഫിൽ നിനക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോണം കൂടെ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഇവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. മുന്നേ ഒരു ദിവസം അവളുടെ ബർത്ത്ഡേയുടെ അന്ന് ഹീറോയ്ക്ക് കുറച്ച് പൂക്കൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് നീ വരണമെന്ന് പറയുമ്പോൾ അയ്യോ അതെനിക്ക് വരാനായിട്ട് പറ്റത്തില്ല, എനിക്ക് എൻ്റെ ലവറിനെ മീറ്റ് ചെയ്യാനായിട്ട് അന്ന് പോകണം, സോറി കേട്ടോ ഞാൻ നിനക്ക് ഗിഫ്റ്റ് അയച്ചു തരാമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവൻ ഓൾറെഡി ഏതോ ഒരു ലവർ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് അവളെ നശിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഇവരെ തമ്മിൽ പിരിക്കണമെന്നുള്ളൊരു കാര്യത്തിൽ ഇവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളതെല്ലാം ആലോചിച്ചിട്ടായിരുന്നു ഇത്രയും നാളെന്തോ അഭിനയിച്ചതായിരുന്നു തോന്നുന്നു കോമാ സ്റ്റേജിൽ നടക്കുന്നതായിട്ട്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ആ പെങ്കൊച്ചിനെ തൂക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഗുഹാൻ ആണെങ്കിൽ ഹീറോയിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്ത് ഗുഹാൻ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ? നിന്റെ വൈഫ് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നിട്ടും നീ ഇപ്പോഴും തൂക്കിയെടുത്തുകൊണ്ട് വരുന്നത് കാമുകിയാണ്, നിനക്ക് ഉളുപ്പില്ലാതെ ഇങ്ങനെ ജീവിക്കാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഹീറോ അങ്ങ് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ അപ്പോഴും ഹീറോയിനെ അവൻ എടുത്തുകൊണ്ട് വന്ന ആ ഒരു കാഴ്ചയും പിന്നെ ഇപ്പോൾ അവൾ ഓക്കെ ആയിരിക്കുമോ എന്നുള്ളതിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പെങ്കൊച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിനക്ക്? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞാൻ കണ്ണ് തുറന്നിട്ടും നിനക്കതിലൊരു സന്തോഷം തോന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നിനക്കത് തോന്നിയാണ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. പക്ഷേ അവളെ നീ ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അയ്യോ അത് നീ വിചാരിക്കുന്ന പോലെയല്ല, അവളെൻ്റെ സെക്രട്ടറി മാത്രമാണ്, പിന്നെ മുത്തശ്ശി പറഞ്ഞതിൻ്റെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചത്, അതിനോർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറയുമ്പോൾ എനിക്കറിയാൻ തന്നെ അതിലൊന്നിനും ഒരു വിശദീകരണവും നീ എനിക്ക് തരണ്ട. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം, അത് മാത്രമാണ് ഞാൻ ഇനി ഒരുപാട് ആഗ്രഹിക്കുന്നതും കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇത് എവിടേക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാനിനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് പുതിയ കാമുകിയെ കിട്ടി, ഇനി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ല, ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എൻ്റെ സെക്രട്ടറി കൂടിയാണ്, അപ്പോൾ പിന്നെ എൻ്റെ അനുവാദമില്ലാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് ബോസിൻ്റെ കൂടെ ഒരു വീട്ടിൽ സെക്രട്ടറി താമസിക്കുന്നത്? സെക്രട്ടറി ആയിരിക്കും, പക്ഷേ എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതിന് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് അവനങ്ങ് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് മുഴുവനും അവർ രണ്ടുപേരും ഒരു റൂമിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും അവൻ ആകെ ഇമോഷണലായിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ എങ്ങനെയാണ് ഞാൻ വിട്ട് കളയേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അതിനൊന്നിനും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലാകുന്നുണ്ട് തൻ്റെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടം പോലെ തന്നെ അവനും എന്നോടുണ്ടെന്ന്. അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവൻ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ആ റൂമിൽ ഒരുമിച്ച് ഇവർ താമസിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഹീറോ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മേഡിനോട് പറയുന്നുണ്ട് കാമുകിക്കും കൂടെ ചേർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇത് കൊണ്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ അതെന്തിനാണ് നീ പോകുന്നത്? സാരമില്ല, ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ തന്നെ ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവളെന്തിനാണ് വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ആ നടന്ന ആക്സിഡൻറ്റിന് ഇവൾക്ക് എന്തോ ഒരു പങ്കുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് അവളുടെ വായിൽ നിന്നെങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ആ അനിയത്തി പെങ്കൊച്ചു അവിടെ ഉണ്ടായിരുന്നു. കൊള്ളാലോ, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? പിന്നെ ഒരു കാര്യം, ഇപ്പം എന്തായാലും നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ്റെ വേറെ ഒരു ജോലിക്കാരിയാണ് നീ, അപ്പോൾ അവനായിരിക്കും ഇത് കൊണ്ട് തന്നു വിട്ടതല്ലേന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വല്ലാത്ത രീതിയിലൊക്കെ അനിയത്തി സംസാരിക്കുമ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയാതെ, എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുവന്നതല്ലേ, എല്ലാം ഇവിടെ എടുത്ത് വെക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതിൽ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അവൾ തനിയെ ബ്രെഡ് കഴിക്കുന്ന സമയത്ത് അവൾക്ക് ആ ടേസ്റ്റ് വല്ലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പീനട്ട് ബട്ടർ എടുത്ത് തരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ അനിയത്തി പെങ്കുച്ചാണെങ്കിൽ ഇവിടെ ഈ പീനട്ട് ബട്ടർ ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുന്നത് കാണുമ്പോൾ ആകെ വരണ്ട് പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് പീനട്ട് അലർജി ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവളുടെ ദേഹമൊക്കെ ആകെ ചൊറിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലാകുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടറൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പെങ്കൊച്ച് ഹീറോണ്ട് പറയുന്നുണ്ടായിരുന്നു, എടി നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടില്ലടി ഈ പീനട്ട് ബട്ടറും കൊണ്ട് ഇവിടേക്ക് വന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ കൊള്ളാം, ഞാൻ നിനക്ക് ഫുഡ് കൊണ്ടുപോയി തന്നതും പോരാ, ഇപ്പോൾ അതെല്ലാം എൻ്റെ തലയിൽ കൊണ്ടിടുകയാണോ? എനിക്ക് മനസ്സിലായി, നീ അതിങ്ങനെ കോരി തിന്നത് എന്നെ കുറ്റക്കാരിയാക്കാനായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ അനിയത്തി പെങ്കൊച്ച് ഹീറോയിൻ ഇങ്ങനെ പീനട്ട് ബട്ടർ കൊടുത്ത കാരണം ഇവൾക്ക് ആകെ വയ്യാണ്ടായിരിക്കുവാണെന്ന് പറഞ്ഞ് ഹീറോ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ അവിടേക്ക് വരുന്ന സമയത്ത് ഹീറോനെ ഒരുപാട് ചീത്ത പറഞ്ഞ് നേരെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു.
അപ്പം തന്നെ സഹി കിട്ട് ഹീറോയിൻ പറയുന്നുണ്ട്, നിനക്കറിയായിരുന്നു അവൾക്ക് പീനട്ട് ബട്ടർ അലർജി ആണെന്നുള്ള കാര്യം? ഇല്ലല്ലോ. അതുപോലെ തന്നെ എനിക്കും അറിയത്തില്ലായിരുന്നു. വെറുതെ നീ അവിടെ കിടന്ന് ഇങ്ങനെ സീൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നീ എന്താണെന്ന് വെച്ചാൽ അവളുടെ കാര്യം നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നടന്ന് പോകുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയ ഹീറോയിൻ ആണെങ്കിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ അവളുടെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ മുത്തശ്ശി ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു വലിയൊരു ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ അവളെയും കൂട്ടിയിട്ട് നാളെ അവിടേക്ക് പോകണമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അത് പറയാനായിട്ട് അവിടേക്ക് വരുമ്പോൾ അവൾ കുളിക്കുമായിരുന്നു. അങ്ങനെ ആ റൂം മുഴുവനും നടന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ ലാപ്പ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ലാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ലൊരു പൂവിൻ്റെ പടമായിരുന്നു അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അതിനടുത്ത് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ അവൻ എഴുതി വെക്കുന്നുണ്ട്, നാളെ നിന്നെ ഹോട്ടലിലേക്ക് വരുന്നതാണോ, ഞാൻ നിന്നെ കാത്തവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോയിൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവൻ എഴുതി വെച്ച ആ പേപ്പർ കാണുന്നുണ്ടായിരുന്നു. 3 കൊല്ലമായി. ഈ 3 കൊല്ലത്തിൽ ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാ. ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ ബർത്ത്ഡേ ഓർത്തെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ, എനിക്കത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോഴേ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഒരു ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവൻ സാധാരണ ഇരിക്കാനുള്ള ചെയറിൽ അവൻ്റെ അനിയൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനിവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവന് കുറച്ച് വർഷത്തേക്ക് അബ്രോഡ് തട്ടി വിട്ടതായിരുന്നു. ഇപ്പം അവൻ തിരികെ വന്നിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, എന്താടാ നിനക്ക് മാത്രം ഈ ചെയറിൽ ഇരുന്നാൽ മതിയോ, എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ മുത്തശ്ശിയാണ് എന്നോട് പറഞ്ഞത്, എന്തായാലും ഈ ചെയർ ഇനി എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നും ഇവിടേക്ക് വന്നിരിക്കാനും. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശി വിളിച്ച് ചോദിക്കാന്ന് പറയുമ്പോൾ ഹീറോ അപ്പം തന്നെ മുത്തശ്ശി വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എടാ എത്ര നാളെന്ന് പറഞ്ഞിട്ടാ അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇനിയെങ്കിലും അവനും കൂടെ ഒരു നല്ല ലൈഫ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അവനെ ഞാനിപ്പോൾ ഇവിടേക്ക് വരുത്തിയെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അതോടുകൂടെ പിന്നെ ഹീറോയ്ക്കൊന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അവൻ പോകുന്നതിന് മുന്നേ, അല്ല ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, നീ പുതിയൊരു പെൺകുട്ടിയെ കസ്റ്റഡിയിലാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതെന്തായാലും നന്നായി. ഇനി നിന്റെ ആ കാമുകിയുണ്ടല്ലോ, അവളുടെ കാര്യം അങ്ങ് മറന്നേക്ക്. അവള് എനിക്ക് സ്വന്തമായിട്ടുള്ളവളാ. നിനക്ക് ദൈവം തന്ന നിന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നോക്കുന്ന പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൻ്റെ അനിയനായി പോയതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ ഇവനൊക്കെ ദേഷ്യം കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഗുവാൻ ഒരു ബോക്സറായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഗുവാനോട് എവിടെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഇപ്പം തന്നെ ഞാൻ അവിടേക്ക് വരാം, നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടെ ഹീറോ കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ട്. കാർ കൂടെ പറഞ്ഞു വിടാനായിരുന്നു ഹീറോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീറോ പറഞ്ഞു വിട്ട കാറായിരിക്കും ഇതെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ നേരെ ആ കാറിലേക്ക് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹോട്ടലിലേക്ക് പോയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. 3 വർഷത്തിനിടയ്ക്ക് ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് കാറാണെങ്കിൽ വേറൊരു ദിശയിലേക്കാണ് പോകുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൾക്ക് എന്തോ ഒരു പ്രശ്നം വരാനായിട്ട് പോകുന്നുണ്ടെന്ന്. കാർ നിർത്താനായിട്ട് പറയുമ്പോൾ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഉടനെ ഇവൾ ഹീറോയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് താനിപ്പോൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുവാണെന്ന്, എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ ലൊക്കേഷൻ കൂടെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഹീറോ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഗുവാനുമായിട്ട് ഭയങ്കര അടിപിടി കൂടുന്നുണ്ടായിരുന്നു. അടിപിടി എല്ലാം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുത്ത സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവ ഫോൺ നോക്കുന്നത്. അപ്പോഴാണ് ഹീറോയിൻ്റെ മെസ്സേജ് ഇവൻ കാണുന്നതും. അങ്ങനെ ഇവൻ ഇവിടെ നിന്ന് ഓടി പഠിച്ച് പോകുമ്പോൾ ഗുവാനും കൂടെ പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനെ കിടത്തിക്കൊണ്ട് വന്നത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഹീറോയിൻ്റെ അമ്മയുടെ നിന്ന് കുറച്ച് കാശ് മേടിച്ച് പറഞ്ഞ് കുറച്ച് കുണ്ടകൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവന്മാരായിരുന്നു. അവന്മാർ ഇവരിങ്ങനെ കൊണ്ടുവന്നതിന് കാരണം ഹീറോയുടെ അനിയൻ ചെക്കനും ആ കാമിക്ക് പെങ്കുച്ചും പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഹീറോയിനൂടെ കൊണ്ടുവന്നിട്ട് കെട്ടി തൂക്കിയിട്ട് ഡ്രസ്സൊക്കെ എന്നെ പിടിച്ച് വലിച്ചു കീറുന്നുണ്ടായിരുന്നു. അവളെ വല്ലാത്ത രീതിയിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുവാനും ഹീറോ അവിടേക്ക് വന്നിട്ട് ഹീറോയിനെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞ് ഈ പെൺകുട്ടിക്കും ഈ ചെക്കനും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിന്നോട് പറഞ്ഞ ഈ ചെറിയ കാര്യം പോലും നിനക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലേ? അപ്പോൾ പിന്നെ അവൻ എന്തിനെങ്ങനെ അവളുടെ പുറകെ പോകുന്നത്? ഇന്നലെ രാത്രി അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കാണാനും വരാത്തത്. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും അവളുടെ പുറകെ തന്നെയാണല്ലോ. ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നിന്നോട് ഇനി ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടത്തില്ല. ഞാൻ പറഞ്ഞ 2 കാര്യവും എനിക്കെതിരായിട്ടാണ് നീ ചെയ്തത്. നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ സ്നേഹിക്കുന്നത് അവനെ മാത്രമാണ്. അവനെ മാത്രം മതി എനിക്ക്. ഇനി ഇങ്ങനെ കടന്നെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവൻ ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഇവൻ അടുത്ത് വന്നിരുന്നുണ്ട്, നിന്റെ ആരോഗ്യം നില നീ നോക്കണം, ഇങ്ങനെ നീ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം? എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് ആരുമില്ല. എനിക്ക് അവനെ കിട്ടിയേ പറ്റത്തുള്ളൂ. നീ അവനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, ഞാൻ അവനെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അത് നീ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തെന്ന് പറഞ്ഞിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ ഹീറോയിനും ഒരുമിച്ച് ഇഷ്ടത്തിലായിരുന്ന സമയത്ത് അവൻ അവൾക്ക് ഒരു ഫിസിൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ അവൾ അതും വെച്ചിട്ട് ആർട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഹീറോയിനും ഈ പെങ്കൊച്ചും സെയിം ആർട്ട് ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് വാഷ്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഫിസിൽ അവിടെ ഇരിക്കുന്ന ഈ പെങ്കൊച്ച് കാണുന്നുണ്ട്. അവൾ നേരെ വന്ന് ആ ഫിസിലങ്ങ് എടുക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് ഇതിനി എൻ്റെ കൂടെ വേണമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ തിരികെ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ എങ്ങും ആ ഫിസിൽ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ മുഴുവൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ പെങ്കൊച്ചിനോട് ചോദിക്കുന്നുണ്ട് നീ കണ്ടോന്ന്. പക്ഷെ അവൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നുണ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫിസിൽ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്, അതെന്തായാലും ഇനി പാളി പോകത്തില്ല എന്ന് ഈ ചെക്കനോട് പറയുന്നുണ്ടായിരുന്നു. പാവം
ഇവൻ ഇത്രയും ഇവളെ സ്നേഹിച്ചിട്ടും ഇവൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഹീറോയുടെ പുറകെ പോകണമെന്ന് മാത്രമായിരുന്നു ഇവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്നൊരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു ആർട്ട് ക്ലാസ്, അതിൽ 2 പെൺകുട്ടികൾ ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരേ പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആരാണ് എൻ്റെ പെൺകുട്ടി? നോക്കുമ്പോൾ അത് ഹീറോയിനും ആ കാമുകിയായിരുന്നു. ഇതിലാരാ എനിക്ക് സ്വന്തം പോകുന്ന ആള്? ഇവരുടെ 2 പേരുടെയും കയ്യിൽ ആരുടെ കയ്യിലാണോ ആ ഫിസിലുള്ളത് അവരാണ് എൻ്റെ കാമുകി. പക്ഷെ അത് ആരായിരിക്കും? അത് ഞാൻ എങ്ങനെ കണ്ടെത്തേണ്ടെന്ന് പറഞ്ഞ് ഇവനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ബെഡിൽ കിടക്കുന്ന ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവളിത് എവിടെ പോയെന്ന് പറഞ്ഞ് ഇവൾ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ അവളുടെ അച്ഛൻ നിരപരാധിയാണെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ അത് തെളിയിക്കാനായിട്ട് ഇവളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ആരും അറിയാതെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അയാളും വന്ന് പറയുന്നുണ്ട്, മാഡം നിങ്ങളുടെ അച്ഛൻ തെറ്റുകാരനാണെന്നുള്ള രീതിയിലാണ് തെളിവുകളെല്ലാം ഉള്ളത്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളുടെ അച്ഛനല്ല തെറ്റുകാരൻ. അത് നമുക്ക് തെളിയിക്കാനായിട്ട് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ എനിക്കത് അറിയാം. പക്ഷേ നീ അതിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. നിങ്ങളുടെ അച്ഛൻ എന്തിനാണ് ആ സമയത്ത് അവിടേക്ക് പോയത്? ആര് പറഞ്ഞിട്ടാണ് പോയത്? അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളോട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നേരെ വരുമ്പോൾ നീ ഇതെവിടെ പോയെന്ന് പറഞ്ഞ് ഹീറോ ചോദിക്കുന്നുണ്ടായിരുന്നു. നിന്നെ മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുന്നേ നിനക്ക് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഹീറോയിനും കൂട്ടിയിട്ട് നേരെ മുത്തശ്ശി കാണാനായിട്ട് വരുന്നുണ്ട്. എടാ അബ്രോഡുള്ള നമ്മളെ ബിസിനസ്സുകാർ എന്തായി? നീ അവർ സംസാരിക്കാനായിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശി, അവരുടെ അടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞ് അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഭാര്യയ്ക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഈ അനിയത്തി പെങ്കൊച്ച് പറയുന്നുണ്ട്, അത് ശരി തന്നെയായിരിക്കും. നിൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ചേച്ചിക്ക് അവാർഡ് കൊടുക്കണം. അപ്പോൾ പിന്നെ വേറൊരു പെൺകുട്ടിക്ക് നിന്നെ കാണുമ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, മോളെയും കൂടെ കൂട്ടിയിട്ട് നീ അവരുടെ 2 പേരെയും ഒന്ന് കാണാനായിട്ട് പോ. അത് ഓക്കെ ആകുവാണെങ്കിൽ അബ്രോഡും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. മോളെ നിനക്ക് പോകുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശി ഞാൻ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കും വേറെ വഴിയൊന്നുമില്ലാതെ ഹീറോയിനും കൂട്ടിയിട്ട് അവിടേക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയുടെ മനസ്സിലിപ്പോൾ ആകെ സങ്കടത്തിൻ്റെ തിരമാലകളായിരുന്നു. ഒരു സൈഡിൽ അവൻ സ്നേഹിക്കുന്ന അവൻ്റെ കാമുകി, ഒരു സൈഡിൽ അവന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവൻ്റെ ഭാര്യ. ഇതിൽ ഞാൻ ആരെ സ്വീകരിക്കണം? എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള ലൈഫ്? ഇവനൊന്നും മനസ്സിലാകാതെ ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാളുടെ ഓർമ്മശക്തി എല്ലാം നശിച്ചുപോയി. പക്ഷേ ആ സമയത്ത് അയാളുടെ ലൈഫിൽ 2 പെൺകുട്ടികൾ വന്നു. ഒരാളെ കല്യാണം കഴിച്ചു, ഒരാൾ കാമുകിയുമാണ്. ഇതിൽ നമ്മൾ ആരെ സ്വീകരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഞാനിതിലിപ്പോൾ എന്ത് പറയാനാ സാറേ? മനസ്സിൽ നമുക്ക് ആരോടാണോ ഇഷ്ടം തോന്നുന്നത് അവരെ അങ്ങ് സ്വന്തമാക്കുക. അതിനി ആരായിരുന്നിരുന്നാലും വേറൊന്നും ചിന്തിക്കാനായിട്ട് പോകണ്ടെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയുടെ മനസ്സിൽ ശരിക്കും ഹീറോയിനോട് തന്നെയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. അതിനുശേഷം ഹീറോയിനും കൂട്ടിയിട്ട് ആ ഭാര്യയും ഭർത്താവിനെയും കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ 2 പേരും നല്ല രീതിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് 2 പേർക്കും ഹീറോയിനെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ വന്നയാളുടെ ഭാര്യ പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഇവനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് കൈ തരാനും പോലും അയാൾക്ക് മനസ്സിലല്ലായിരുന്നു. അതോടെ ഞങ്ങൾ നിർത്തി പോയതായിരുന്നു. ആ സമയത്ത് ഹീറോയിന് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവൾ ഫോണിൽ ടൈപ്പ് ചെയ്ത് പറയുന്നുണ്ട്, അതന്ന് സാറിന് ഒട്ടും സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റാതിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 2 പേരും ഇവരുടെ മുന്നിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതായത് നല്ല ഭാര്യയും ഭർത്താവുമാണെന്നുള്ള രീതിയിൽ. ഇത് കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ട് നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇതിൽ എന്ത് ലവ് സ്റ്റോറി ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് അവർക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ അതിന് ഓക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ കോളേജിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരാളായിരുന്നു ഇയാളെന്ന് പറയുന്നത്. അപ്പം തൊട്ട് എനിക്ക് ഇവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കോളേജ് ലൈഫിൽ ഞങ്ങൾ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അതങ്ങ് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോയുടെ മുത്തശ്ശിയാണെങ്കിൽ സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പഠിപ്പിക്കാനായിട്ട് എന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ഹീറോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ എന്നെ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് എന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നത്. അതെല്ലാം ഹീറോ പറയുന്ന സമയത്ത് ഇവൻ എപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ സമയത്ത് ഹീറോയെ ഒരുപാട് ഇഷ്ടമായിരുന്നുള്ള കാര്യമായിരുന്നു. ഇവരെല്ലാവരും പോയതിനു ശേഷം ഹീറോയിനെ പിടിച്ച് നിർത്തി ഇവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആദ്യമേ എന്നെ ഇഷ്ടമായിരുന്നു ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. നീ പറയ്, നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? അന്ന് മുതലേ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ അതിനെ തലയാട്ടുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഹീറോ അവളങ്ങ് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ആദ്യമൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും അവളൊരു പെൺകുട്ടിയാണല്ലോ, തിരിച്ച് അവളും കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പേരും അന്ന് രാത്രി ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഉറങ്ങിക്കിടക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവൻ കോൾ എടുക്കുന്നത്. നോക്കുമ്പോൾ ആ പെൺകുട്ടിയായിരുന്നു. നിങ്ങളിത് എവിടെയാണ്, എന്താ ഇത്ര നേരമായിട്ട് എന്നെ കാണാനായിട്ട് വരാത്തെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഉറങ്ങിയാണല്ലോ കിടക്കുന്നത്, അപ്പോൾ പിന്നെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനിതാ ഉടനെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പാവം നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുമായിരുന്നു. ഈ ഒരു രാത്രി മാത്രമാണ്
എനിക്കിങ്ങനെ ഒരു ലൈഫ് ഉള്ളതെന്ന് തോന്നുന്നു, ഞാൻ ഇങ്ങനെയൊന്നും ആഗ്രഹിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒച്ച പുറത്ത് വരാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. പാവം, ഇങ്ങനൊരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഏതൊരു ഒരു പെണ്ണ് സഹിക്കുമായിരിക്കും. ഹീറോയ്ക്കും ശരിക്കും ഹീറോയിനെ തന്നെയാണ് ഇഷ്ടമെങ്കിലും ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം തൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ, അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ മാത്രമായിരുന്നു അവളോടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും അവളെ കാണാനായിട്ട് നേരം അവൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്തിനാ നീ കാണുമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല, എനിക്കിതിനെ ഒരുപാട് മിസ് ചെയ്തു, എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ മാത്രമായി പോകുമ്പോഴത്തേക്കും ഇനി നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ എത്രയും പെട്ടെന്ന് അവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് കളയാമോ? എനിക്കെന്തോ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ ഇവിടെ കിടക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിവന് കേൾക്കുമ്പോൾ സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഇത്ര പെട്ടെന്ന് വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫിസിൽ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയേ, നിനക്ക് ഇനി എന്നെ സ്വന്തമാക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ ഫിസിലിൽ നമ്മുടെ ഹീറോയിൻ്റെ പേരിൻ്റെ ആദ്യം ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അതായിരുന്നു ചെയ്യിപ്പിച്ച ഫിസിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ പിശാചിൻ്റെ പേരിലും ഫസ്റ്റ് ലെറ്ററിൽ ഈ സെയിം ലെറ്റർ തന്നെയായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും ഇവിടെ തന്നെയാണ് എൻ്റെ കാമുകി എന്ന് വിചാരിച്ചിട്ട് അവളങ്ങ് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇനി ഒരിക്കലും തന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല, എൻ്റെ ലൈഫിൽ നീ മാത്രമാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ അച്ഛന് തീരെ സുഖമില്ലാണ്ട് അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോയും ഒരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അച്ഛനെ കാണാനായിട്ട് ഹീറോയിൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. മോളെ, നീ വരേണ്ടിയില്ലായിരുന്നു, അച്ഛനിപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ, നീ എന്തിനാ എന്നെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അച്ഛാ, നിങ്ങൾ എന്നോട് സത്യം പറയാവോ? നിങ്ങളല്ല ആ ആക്സിഡൻറ്റ് കാരണക്കാരെന്ന് എനിക്കറിയാം. നടന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാനായിട്ട് പറയുമ്പോൾ എൻ്റെ പൊന്നു മോളെ, ഞാൻ തെറ്റുകാരനായതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ഇതിൻ്റെയുള്ള ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പം പിന്നെ എങ്ങനെയാ നീ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാം അച്ഛാ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്, നിങ്ങൾ അതെന്നോട് തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാനം അയാൾ പറയുന്നുണ്ട്, മോളെ, നിനക്ക് എന്തോ ഒരു ആപത്ത് വരാനായിട്ട് പോവുകയാണെന്നും നിൻ്റെ ലൈഫ് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഞാൻ ആ ഒരു ആക്സിഡൻറ്റ് കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോടൊരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ മോളുടെ നല്ലൊരു ജീവിതം മാത്രമേ അച്ഛൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് എനിക്കത് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നതാന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അച്ഛന് അയാൾ എനിക്ക് കണ്ട തിരിച്ചറിയാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കവിളിൽ ഒരു മുറിവിൻ്റെ പാടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ അനിയനായിരുന്നു. അങ്ങനെ അച്ഛൻ പറയേണ്ട കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവൾ തിരികെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ കാമുകി പെങ്കൊച്ച് ഹീറോയിനോട് കണ്ട ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെന്നും വന്ന് കാറിൽ കയറാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്കതിന് പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് നിൻ്റെ അച്ഛൻ്റെ നല്ലൊരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാറിലേക്ക് കയറാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാറിലേക്ക് ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഇത് കാണുന്ന ഹീറോ ആണെങ്കിൽ ഇവരുടെ പുറകെ നിന്ന് ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നേരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, ദേ നിൻ്റെ അച്ഛന് ഞാൻ വെറുതെ വിടാം, പക്ഷേ നീ ഇപ്പം തന്നെ ഈ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിന് ഒരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യത്തില്ലല്ലോ. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? എൻ്റെ അച്ഛനെ പുറത്തു കൊണ്ടുവരാനായിട്ട് എനിക്കറിയാം. അതിൻ്റെ പേരിൽ നിൻ്റെ ഈ നാടകത്തിന് ഞാൻ നിന്ന് തരത്തില്ല എന്ന് പറയുമ്പോൾ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? നിൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയ ആൾ ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവനെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം, ഇത്രയും നാൾ നീ അവൻ്റെ കൂടെ ജീവിച്ച സമയത്ത് എന്തേലും ഒരു വില അവൻ നിനക്ക് തന്നിട്ടുണ്ടോ? ഒരു കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന വേസ്റ്റ് പോലെ മാത്രമേ അവൻ നിന്നെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ അവൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നീ ഈ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിൻ്റെ അച്ഛനും ജയിലിൽ നിന്നും ഞാൻ തന്നെ പുറത്തിറക്കുമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോ വരുന്നത് കാണുന്ന ഈ പെങ്കൊച്ചാണെങ്കിൽ, നീ കണ്ടോ, അവളുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഉപേക്ഷിക്കാനായിട്ട് അവൾ തയ്യാറാണെന്നും ഈ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. ഇവളെയാണോ നീ ഇത്രയും നാൾ ഭാര്യയായിട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇവളെന്തോ വലിയൊരു കുറ്റക്കാരിയെ പോലെ അവൻ്റെ ഓട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഞാൻ എന്തെങ്കിലും വല്ല സാധനം എങ്ങാനുമാണോ? നിനക്ക് തോന്നുന്ന സമയത്ത് വേറൊരു പെൺകുട്ടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനായിട്ട് നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ലെന്ന് പറയുമ്പോൾ, എടാ മന്ദബുദ്ധി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കാനായിട്ട് അവളെ എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന് ഒന്നും കേൾക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹീറോ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ കാമുകി പെങ്കൊച്ചില്ലേ, അവൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. അയാൾ അവളെ കാണുമ്പോൾ തന്നെ, ആ മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നീ എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തോ തെളിവുകളൊക്കെ ഉണ്ടെന്നും എന്നെ പുറത്തിറക്കാനൊക്കെ പറഞ്ഞെന്ന് മോള് വിളിച്ച് പറഞ്ഞായിരുന്നു പറയുമ്പോൾ, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ മനുഷ്യ? ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ മോളുടെയും തകർച്ചയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യൂ? ഞാനും അവനും പണ്ട് നല്ല ഫ്രണ്ട്സായിരുന്നു. എങ്ങനെയെങ്കിലും അവനെനിക്ക് സ്വന്തമാക്കണമെന്ന് തന്നെയായിരുന്നു ചെറുപ്പം തൊട്ടേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതിനിടയിലായിരുന്നു ഒരു ശല്യം പോലെ നിങ്ങളുടെ മകൾ കയറി വന്നത്. അന്ന് മുതലേ നിങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് തന്നെയാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ, പ്ലീസ് അങ്ങനെയൊന്നും ചെയ്ത് ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. എൻ്റെ മോൾക്ക് നല്ലൊരു ലൈഫാണ് ഇപ്പോൾ കിട്ടിയത്, അത് ദയവ് ചെയ്ത് കളഞ്ഞു കുടിക്കരുതെന്ന് പറയുമ്പോൾ, നല്ലൊരു ലൈഫോ? നിങ്ങൾ എന്താ നിങ്ങളുടെ മോളെ ലൈഫിനെ കുറിച്ച് വിചാരിച്ച് വെച്ചേക്കുന്നത്? അവൾ അവിടെ അനുഭവിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു ബിസിനസ്മാൻ നമ്മുടെ ഹീറോയിനെ ഭയങ്കരമായിട്ട് കുടിപ്പിച്ച് ബോധമില്ലാതാക്കി ഹോട്ടൽ റൂമിൽ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോ കാണിച്ചു കൊടുത്ത് പറയുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ മകളുടെ ജീവിതം എന്ന് പറയുന്നത്. അവനില്ലേ ഇതുപോലെ ഒരുപാട്
ക്ലയൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ മകളെ ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് അവൻ ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ മകളെങ്ങനെ കൊണ്ട് നടക്കുന്നതും കൂടെ പറയുമ്പോഴത്തേക്കും ഇയാൾക്ക് ആകെ സങ്കടം വന്നിട്ട് പെട്ടെന്ന് നെഞ്ചു വേദനിച്ച് അങ്ങ് ശ്വാസം പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ വന്നതും പോയ കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ CCTV ക്യാമറയിൽ റെക്കോർഡാവുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ 5 ആഴ്ച പ്രഗ്നൻ്റ് ആയിരുന്നു. ഇക്കാര്യം ഹീറോയോട് പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അങ്ങനെ ആകെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. അവളുടെ അച്ഛൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അവൾക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൾ അപ്പം തന്നെ ആ ഷോക്കിങ്ങിൽ അച്ഛാന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് അവളുടെ സൗണ്ട് ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവളുടെ അച്ഛൻ്റെ ഫ്യൂണറൽ ഫംഗ്ഷനാണ്. അവിടെ ഹീറോയും ഹീറോയിൻ്റെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അവരങ്ങനെ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഈ കാമുകിയും അവളുടെ അനിയത്തിയും വരുന്നുണ്ടായിരുന്നു. ഇവർ വന്നപാടെ വെറുതെ നിൽക്കത്തില്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. ഇയാൾ മരിക്കുന്നതും കാത്ത് ഞങ്ങൾ ഇത്രയും നാട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പറയുമ്പോൾ ഹീറോയിൻ്റെ അമ്മ, നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടടി എൻ്റെ ഭർത്താവിൻ്റെ കല്ലറയിലേക്ക് വന്നെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ഭർത്താവ് ചെയ്തൊരു തെറ്റിൻ്റെ പുറത്താ എൻ്റെ ചേച്ചി 3 കൊല്ലം കോമാ സ്റ്റേജിൽ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഞങ്ങളോട് സംസാരിക്കാനുള്ള യാതൊരു അർഹതയില്ല. അത് വെച്ചിട്ട് ഞങ്ങളിവിടേക്ക് വരാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയം ഹീറോയിന് ദേഷ്യം വന്നിട്ട് അവരടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഹീറോ അവളെ പിടിച്ച് നിർത്തിയിട്ട് ഈ ഒരു സമയത്ത് നീ ആയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് നിൽക്കാനായിട്ട്. ഇവിടുമാര് പിന്നെയും മിണ്ടാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. നീ നോക്കിക്കോടി, നിനക്കിനി ഇതൊന്നും അല്ല വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാക്കിയത് നിന്റെ അച്ഛനാണ്. അയാൾ എന്തായാലും മരിച്ചു കഴിഞ്ഞു. ഇനി നീ അനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നീ ചിന്തിക്കാവുന്നാൽ അപ്പുറമാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇതിനപ്പുറം ഒന്നും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റാതെ നേരെ വന്ന് ഈ അനിയത്തിക്ക് ഒരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ അനിയത്തെ അടിക്കാൻ മാത്രം ആയോടി എന്ന് പറഞ്ഞു ചേച്ചി ചോദിക്കുമ്പോൾ ഹീറോ നേരെ പോയിട്ട് അവൾക്കും ഒരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഉടനെ നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുമ്പോൾ അവൾ അവനിട്ടും ഒരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആ ഗുവാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് അതാകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൻ വീട്ടിൽ വന്നിരുന്നിട്ട് ഹീറോയിനെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ അനിയത്തി വന്നിട്ട് പറയുന്നുണ്ട്, എടാ ആ ഹോസ്പിറ്റലിൽ അന്ന് എന്തൊക്കെയാണ് നടന്നുള്ളത് നീ എന്തെങ്കിലും അന്വേഷിച്ചോ? നിനക്കങ്ങനെ അന്വേഷിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഹീറോയിൻ്റെ അച്ഛൻ മരിക്കാനായിട്ട് കാരണക്കാരി ആ പെങ്കൊച്ചാണെന്നുള്ളത്. ഹീറോയ്ക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവൾ തെറ്റുകാരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ അനിയത്തി പറയുന്നുണ്ട്, ഞാനിത് ഇതുവരെ ചേച്ചിനോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ അവളോട് എനിക്കിത് പറയാനും തോന്നിയില്ല. എന്താന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നീ തന്നെ ചെയ്യണമെന്ന്. പക്ഷെ പാവം ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ അച്ഛൻ എന്തൊക്കെയാ സഹിച്ച് എന്നോർക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയുടെ ഫോണിലേക്ക് ആ പെങ്കൊച്ച് വിളിച്ചിട്ട്, നീ ഇതെവിടെയാണ്, എന്താ എന്നെ കാണാനായിട്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ, നീ എവിടെയുണ്ട്, ഞാൻ നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് ഒരു ഷോപ്പിൽ നിൽക്കുക, നീ അവിടേക്ക് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയും ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോയിൻ ഇവിടെ നിന്നിട്ട് അവൻ വരുന്നതിന് മുന്നേ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ പെങ്കൊച്ചാണെങ്കിൽ ഒരു വൈറ്റ് ഗൗണൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഹീറോയിൻ വന്ന് കയറുമ്പോൾ തന്നെ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞങ്ങളുടെ കല്യാണത്തിന് നല്ലൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഇവിടേക്ക് വന്നത്. പക്ഷേ നീ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, എനിക്ക് പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ല. എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാനായിട്ട് ആഗ്രഹവും ഇല്ല. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, നീ അത് താനേ അറിഞ്ഞോളൂ. എന്നിട്ട് ഹീറോയിൻ പതിയെ നടന്ന് അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോ വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ നേരെ അവളുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, നിനക്ക് എന്നോടുള്ള ദേഷ്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അവൻ്റെ ഭാര്യയായിട്ടിരിക്കുന്നതല്ലേ. പക്ഷെ നീ ഒരു കാര്യം കേട്ടോ, ഞാനിപ്പോൾ അവൻ്റെ ഭാര്യ മാത്രമല്ല, അവൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് നിനക്ക് മനസ്സിലായി കാണല്ലോ. അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ. പിന്നെ നീ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ ഒരു ലൈഫ് എന്തായാലും വേണ്ട. ഞാൻ ഇത്രയും നാളും അവിടെ ഒരു വേസ്റ്റായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഇത്രയും നാളും ഞാനത് സഹിച്ചു. ഇനി അങ്ങോട്ട് എനിക്ക് സഹിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. നിനക്ക് ആ ലൈഫ് വേണമെങ്കിൽ നീ അതങ്ങ് എടുത്തോ, ഞാൻ നിനക്ക് വിട്ടു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ ഇതെല്ലാം കേട്ടിട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയുടെ അടുത്തേക്ക് നേരെ പോയിട്ട് അവൾ പറയുന്നത് ഉടനെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാനായിരുന്നു. അങ്ങനെ അവളത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോ. ഇതേ സമയത്ത് ഈ പെങ്കൊച്ചാണെങ്കിൽ, നീ അവൾ ഈ പറഞ്ഞിട്ട് പോകുന്നതെന്ന് കേട്ടില്ലേ, നുണച്ചി അവൾ എവിടെ നിൽക്കോ കള്ള തെളിവുകൾ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നീ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ, പ്ലീസ് ഇനി മേലിൽ നീ അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. നിന്നോട് ആരാ പറഞ്ഞത് നമ്മുടെ കല്യാണ ഡ്രസ്സൊക്കെ വന്ന് നോക്കാനായിട്ട്? ഒഫീഷ്യലായിട്ട് അവളാണ് എൻ്റെ വൈഫ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്നോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ല. ഇനി മേലിൽ ഇമാതിരി കാര്യമായിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനെ അന്വേഷിച്ചായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പക്ഷെ അപ്പം തന്നെ അവൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻ നേരെ ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് അവനൊരു വണ്ടി ഇടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ചെറിയ ഗ്യാപ്പിനിടയിൽ വെച്ചിട്ട് അവന് പഴയ ഓർമ്മകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. അതായത് ഹീറോയിനെ ഇവൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതും അതിനുശേഷം ഇവൻ ഇവളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടം തുറന്നു പറയുന്നതും അങ്ങനെയുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ. അപ്പം തന്നെ ഇവനെ താൻ സ്നേഹിച്ചത് അവളെയാണെന്നുള്ള ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബോക്സ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ബോക്സിനുള്ള ഇവൻ്റെ പഴയ ഒരു ഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫോണിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് അവൻ ഇതുവരെയും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അവൻ ചെറിയതായിട്ട് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അത് വെച്ച് തന്നെ നോക്കി അവൻ അവൾ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം.
ആ ഫോണിൽ ഇവർ രണ്ടുപേരുള്ള കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കുമ്പോൾ തന്നെ അവനവളെ എന്തുമാത്രമാണ് സ്നേഹിച്ചെന്നുള്ളത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആ രാത്രി തന്നെ അവനവളെ കണ്ടൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവൾ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. നേരെ അവളുടെ വീടിനവിടേക്ക് വരുന്ന സമയത്ത് അവളും അവനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവൾ നേരെ വന്നിട്ട് അവൻ്റെ കവിളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ നിന്നെ അടിച്ചത് നിനക്ക് വേദനിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടാൻ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ 3 കൊല്ലവും നീ എന്നെ അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നുള്ളത് നിനക്കറിയാവോ? പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കരുണമൊന്നും തോന്നിയിട്ടില്ല. എനിക്കറിയാം നീ എന്നെ മുന്നേ എത്രമാത്രമാണ് സ്നേഹിച്ചെന്നുള്ളതും ഇപ്പം എന്നെ എത്രമാത്രമാണ് വെറുക്കുന്നതെന്നുള്ളതും. ഇനി എന്തായാലും അങ്ങനെ ഒരു ലൈഫ് എനിക്ക് വേണ്ട. ഇനിയെങ്കിലും നിൻ്റെ ആഗ്രഹം പോലെ നിന്നെ ജീവിക്കാനായിട്ട് ഞാൻ വിടണം. എനിക്കെന്തായാലും അതിന് പറ്റത്തില്ല, പക്ഷേ ഞാനതിന് ശ്രമിക്കാം. ഈ റിങ്ങിൻ്റെ ആവശ്യം എനിക്കിനി ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവളത് ഊരി തറയിലിടുന്നുണ്ടായിരുന്നു. ഹീറോ എന്തൊക്കെയൊക്കെയോ അവളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ മഴയത്ത് ആ റിങ് എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ചെടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയുടെ അനിയത്തി നല്ലൊരു നാത്തൂനാണ് കേട്ടോ. ഹീറോയിന് ഇപ്പോൾ ആകെ സങ്കടത്തിലായിരിക്കുന്നതുകൊണ്ട് അവളെ മൈൻഡ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവിടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഹീറോയിൻ്റെ കൂടെ ആ ഗുവാനും ഉണ്ടായിരുന്നു. ഗുവാനാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ എങ്ങനെയെങ്കിലും ഹീറോയിൻ ഒന്ന് സെറ്റാക്കി എടുക്കാം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവളോട് സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടേക്ക് ഹീറോ വരുന്നുണ്ടായിരുന്നു. ഹീറോ വന്നിട്ട് ഹീറോയിൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഗുവാൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ വിളിക്കുന്നത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ എവിടെ കൊണ്ടുപോകാനും എനിക്കതിൻ്റെ അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നേരെ പുറത്തേക്ക് പോകുന്ന സമയത്ത് നീ എന്നെ ഇത് എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അത് മുത്തശ്ശി നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല. എൻ്റെ അടുത്ത് നിന്നെയും കൂട്ടി അങ്ങോട്ടേക്കൊന്ന് പോകാനായിട്ട് പറഞ്ഞു എന്ന് പറയണ്ടായിരുന്നു. ആ സമയത്ത് മുത്തശ്ശിയും കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിന് പിന്നെ വേറെ വഴിയില്ലാണ്ട് ഹീറോയുടെ കൂടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാറിലിരിക്കെ അവൾ പറയുന്നുണ്ട്, ഡിവോഴ്സിൻ്റെ കാര്യം എന്തായി? ഡിവോഴ്സിൻ്റെ കാര്യമോ? അതിന് ഞാൻ ഡിവോഴ്സ് ചെയ്യണ കാര്യം നിന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലെങ്കിലും എനിക്കത് വേണം. പിന്നെ എൻ്റെ കുഞ്ഞ് ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാനായിട്ട് വരില്ല. അതിനെ നീ ഇല്ലാതെ വളർത്താനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആ പേടി എന്തായാലും നിനക്ക് വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനപ്പുറം ഹീറോയ്ക്ക് പിന്നെ അങ്ങോട്ടൊന്നും പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. നേരെ മുത്തശ്ശിയുടെ അവിടേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി അവന് ഒരുപാട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. നീ ആരോട് ചോദിച്ചിട്ടാടാ ഇവൾ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോകുന്നു പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശി ഇതിൽ അവനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് താല്പര്യമില്ല ഇനിയും ലൈഫിൽ തുടരാനായിട്ട്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാ ഡിവോഴ്സ്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മോള് വിഷമിക്കേണ്ട, അവനുടനെ നിനക്ക് ഡിവോഴ്സ് തരാം. പക്ഷെ ഒരു കാര്യം, നിന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞ് അത് എൻ്റെതാണ്, എൻ്റെ കൊച്ചുമകൻ്റെയാണ്. ആ കുഞ്ഞിനെയും നിന്നെയും ഞങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയെ ചെവി പിടിച്ച് പുറത്താക്കുന്നുണ്ടായിരുന്നു. നിനക്കിനി എന്തായാലും ഇവിടെ സ്ഥാനമില്ല, അത്രയേറെ നീ ആ കൊച്ചിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് പറ്റുവാണെങ്കിൽ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആക്കാനായിട്ട് നോക്ക്. അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, ഒരു പാർട്ടി ഇപ്പോൾ വരുന്നുണ്ട്, പറ്റുമെങ്കിൽ അവളെയും കൂടെ ആ പാർട്ടിയിൽ കൊണ്ടുപോകാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് ഈ അനിയത്തി പെൺകുട്ടിയില്ലേ, അതായത് നമ്മുടെ ഹീറോയുടെ അനിയത്തി, അവൾ പഴയ കുറച്ച് ഫോട്ടോസ്, അവരുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഹീറോയുടെ ഈ പെങ്കൊച്ചിൻ്റെയൊക്കെ. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു അനിയൻ കൂടെ ഉണ്ട്. പക്ഷെ അവന് ചെറുപ്പത്തിൽ അവൻ്റെ കവിളിലൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. കവിളിൽ എവിടെയാന്ന് ചോദിക്കുമ്പോൾ കവിളിത് ഈ ഭാഗത്തായിട്ടാണ് പണ്ട് ഫിഷ് ടാങ്ക് കൊണ്ട് മുറിഞ്ഞ പാടാത്, വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്ന് പറയുമ്പോഴായിരുന്നു ഹീറോ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്. അവളുടെ അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കവിളിൽ ഇങ്ങനെ ഒരു പാടുള്ള ഒരു പയ്യനാണ് തന്നോട് ഈ ഒരു കുറ്റം ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞെന്നുള്ളത്. അങ്ങനെ അവൾക്കതൊരു സംശയം വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോയിനും കൂടെ ചേർന്നിട്ട് ആ പാർട്ടിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ നമ്മുടെ ഹീറോയുടെ അനിയനും ഉണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ ഹീറോ, നീ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ നിന്നെ മാത്രമല്ല എന്നെയും പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ വരാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചെക്കൻ നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവളുടെ അടുത്തേക്ക് പോയിട്ട്, ചേട്ടത്തി നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. ഈ 3 കൊല്ലവും എൻ്റെ ചേട്ടൻ നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് എന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ലേ? അപ്പോൾ എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരേ ഒരു അനിയനാണ്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചേട്ടൻ നിങ്ങളെ ലീഗലായിട്ട് ഭാര്യയെന്ന് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇക്കാര്യം പറയാത്തെന്ന് പറയുമ്പോൾ ഹീറോയിന് പിന്നെ അത് കേൾക്കാനായിട്ട് തോന്നാതെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഉടനെ ഹീറോയിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. എൻ്റെ കൈ വിടറാന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അവൻ പിടിച്ച് അവൾ അങ്ങ് തറയിലേക്ക് തള്ളിയിടുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവിടെയാകെ ബ്ലഡ് ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആകെ പേടിക്കുന്നുണ്ട്. ഹീറോ ഉടനെ ഓടി വന്നിട്ട് ആംബുലൻസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഉടനെ, പ്ലീസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സാരമില്ല, എൻ്റെ കുഞ്ഞിനെ നീ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മയും ഹീറോയുടെ അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു. മോളെ, കുഞ്ഞു പോയെങ്കിൽ നീ വിഷമിക്കേണ്ട, നിനക്ക് ഇനി വേറൊരു കുഞ്ഞിനെ ദൈവം തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ കുഞ്ഞിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതവൾ അറിയുമ്പോഴത്തേക്കും അവർക്ക് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ അവളൊന്ന് കരയെ പോലും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. ഉടനെ അവളെ കൈ അങ്ങ് വിട്ടിട്ട് ഗുവാനെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഡാർലിംഗ്, ഇതാരാണ്? ഇവരെന്തിനാ എൻ്റെ കയ്യിൽ പിടിക്കുന്നവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഉടനെ, നീ എന്തിനാ അവനെ കെട്ടിപ്പിടിക്കുന്നത്? ഞാനാണ് എൻ്റെ ഭർത്താവ്,
ഉടനെ ഹീറോയുടെ അനിയത്തിയും പറയുന്നുണ്ട്, ചേച്ചി ഇവരല്ല നിങ്ങളുടെ ഭർത്താവ്, ചേട്ടനാന്ന് പറയുമ്പോൾ ഇല്ല ഇവൻ തന്നെ എൻ്റെ ഭർത്താവ്, ഇവരോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയും പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇവൾ ആകെ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഗുവൻ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇവൾക്കത് വലിയൊരു ഷോക്കിംഗ് ആയതുകൊണ്ട് തന്നെ മെമ്മറി ലോസ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അത് ഹീറോയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷേ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹീറോയുടെ അനിയൻ പുറത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഹീറോ നോക്കുന്ന സമയത്ത് ഇവനിങ്ങനെ നോക്കുന്ന ഇവരും കാണുന്നുണ്ടായിരുന്നു. ഹീറോ നോക്കിയെന്നുള്ള ഇവർ മനസ്സിലാകുമ്പോൾ ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. പുറകെ നമ്മുടെ ഹീറോ ഓടി പോകുന്നുണ്ടായിരുന്നു. പോയിട്ട് അവന് കുറേ അടിയിടിയൊക്കെ കൊടുത്തിട്ട് നീ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പം നടന്നത്, അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ലയെന്ന് പറയുമ്പോൾ നീ പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ മുത്തശ്ശി അറിയിച്ചിട്ടുണ്ട്. പണ്ട് മാത്രമല്ല ഇപ്പം ഈ ചെയ്ത കാര്യവും. ഇനി നിനക്ക് നമ്മുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നിനക്കതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശിയെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഈ ചക്കൻ ഉടനെ ഈ കാമുകി പെങ്കൊച്ചിനെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇവള് പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഈ കുഞ്ഞിനെ എങ്ങനെയും നശിപ്പിക്കാനായിട്ട്. ഹീറോ വീട്ടിൽ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ 3 കൊല്ലവും എനിക്ക് അവൾ ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് അവൾ എന്തോരമാണ് വിഷമിച്ചെന്നുള്ളത് ഇപ്പം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആ ഒരു ദിവസം പോലും അവൾ അവനിങ്ങനെ തള്ളിപ്പറഞ്ഞ സമയത്ത് അവനത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന സമയത്ത് ആ കാമുകി പെങ്കൊച്ച് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ബേബി ഇനി നമുക്കിടയിലുള്ള തടസ്സങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ഉടനെ നമ്മുടെ കല്യാണം വേണം, അങ്ങനെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ഓവറായിട്ട് മദ്യപിച്ചത് കൊണ്ട് തന്നെ അവൻ ബോധമില്ലാതാകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയം അവൾ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. അവൾ അവൻ്റെ ഒപ്പം കിടന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഈ പെങ്കുച്ചി ഈ ഫോട്ടോസ് എല്ലാം കൊണ്ട് ഹീറോയിനെ കാണിക്കാനായിട്ട് വരുന്നുണ്ട് അവളുടെ വീട്ടിലേക്ക്. ഡോറിൽ തട്ടുമ്പോൾ ഗുവാൻ ഡോർ തുറക്കുന്നുണ്ടായിരുന്നു. ഇവളെ പിടിച്ച് പുറത്താക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ വന്ന് പറയുന്നുണ്ട് അവൾ എന്തിനാ വന്നതെന്ന് ചോദിക്കും, ഇപ്പോഴേ പിടിച്ചെന്തിനാ പുറത്താക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹീറോയിന് ഇവിടെ എന്തായാലും ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പെങ്കുച്ചി നേരെ കയറി വന്നിട്ട് നീ ഇനി തലകുത്തിന് നിന്നാൽ പോലും ഒരിക്കലും ഇവനെ നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓ അപ്പോൾ നീ പ്ലേ ഗേളാണോ, അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പയ്യന്മാരുടെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. പക്ഷേ എൻ്റെ കാര്യം വളരെ ക്ലിയറാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ദൈവം എല്ലാം തന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നിൻ്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം എടുത്തിട്ടുമുണ്ട്. ഇത് മാത്രമല്ല നീ ഇനി അനുഭവിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗുവാൻ ഇവളെ പിടിച്ച് പുറത്താക്കുന്നുണ്ടായിരുന്നു. ഡോർ അടച്ചതിന് ശേഷം ഇവൾ പുറത്ത് നിന്നിട്ടും ഭയങ്കരമായിട്ട് കിടന്ന ഹീറോയിനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗുവാൻ ഇതിനപ്പുറം കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവൻ്റെ മുഖത്തോട് എടുത്ത് ഒഴിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഗുവാൻ നേരെ ഹീറോയെ കാണാനായിട്ട് വരുന്നുണ്ട്. നിന്റെ ഉദ്ദേശം എന്താണ്? നീ എന്തിനാണ് ഇന്നലെ ആ പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ കൊടുത്തു വിട്ടത്? അത് കണ്ടു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് മാറുമെന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെ എന്തെങ്കിലും നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഒരിക്കലും അവൾ നിന്നെ തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയാൻ നീ അവളുടെ ആരാണ്? ലീഗലി ഇപ്പോഴും ഞാൻ അവളുടെ ഭർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്നോട് വന്ന് പറയാനായിട്ട് നിനക്കൊരു അധികാരവും ഇല്ല. പിന്നെ ഇപ്പം നീ വന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എൻ്റെ അറിവോ സമ്മതമോ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിലൊന്നും കൂടുതൽ പറയാനായിട്ടില്ല എന്ന് പറയുമ്പോൾ ഗുവാൻ പിന്നെയും ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ, ഇനി മേലിൽ നീ അവളുടെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൻ ഈ പറഞ്ഞ കാര്യവും ഇന്നലെ ഈ കാമുക്കി പെൺകുട്ടി ചെയ്ത കാര്യവും എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവളെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. നിന്നോട് ആര് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ കൊണ്ട് ഇന്നലെ അവളുടെ അടുത്തേക്ക് പോയി ചോദിക്കുമ്പോൾ പിന്നെ ബേബി ഞാൻ എന്ത് ചെയ്യാനാണ്, അവൾക്ക് നിന്നെ ഓർമ്മയില്ലല്ലോ, നിങ്ങളുടെ കുഞ്ഞു ഉപ്പയില്ല, അപ്പോൾ പിന്നെ നമുക്കിടയിൽ ഒരുമിക്കാനായിട്ട് യാതൊരു തടസ്സവും ഇല്ല, എന്തിനാ നമ്മുടെ കല്യാണം ഇങ്ങനെ നീട്ടി വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ഓർമ്മയെല്ലാം പോയിട്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നാണോ? എങ്കിലും അങ്ങനെയല്ല, എൻ്റെ ഓർമ്മ എനിക്ക് ഒരുപാട് നാളായി വന്നിട്ട്. നീ എനിക്കിപ്പോൾ ആരാണെന്നും അവൾ എനിക്കിപ്പോൾ ആരാണെന്നും നന്നായിട്ട് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇവൾക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. പണ്ട് ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെ ചെയ്തെന്നുള്ളത് എനിക്ക് നല്ലോണം ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ ബേബി നിനക്കിത് എപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്? നീ ഇതിനു മുന്നേ എന്നോട് ഇത് പറഞ്ഞതേ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത്? നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇനി എൻ്റെയോ അവളുടെ ഇടയിലേക്ക് നീ വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് അവസാനമായിട്ട് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിച്ച്, അല്ല നീ ഇപ്പോൾ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പോയാലും അവൾക്ക് നിന്നെ ഓർമ്മയില്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഈ 3 കൊല്ലവും എനിക്ക് അവളെ ഓർമ്മയില്ലായിരുന്നു. പക്ഷേ അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അവളെന്നെ ഇത്രത്തോളം മാറ്റിയെടുത്തില്ലേ, അതുപോലെ എനിക്കും ചെയ്യാനായിട്ട് സാധിക്കും. തൽക്കാലം നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവൾക്ക് അവൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടം വന്ന് അങ്ങനെ കരഞ്ഞോട് നിൽക്കുന്ന സമയം അവിടേക്ക് ഹീറോയുടെ അനിയൻ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഇവളോടനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ആര് പറയുന്നതും കേൾക്കത്തില്ല, നീ എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യാം, എനിക്ക് അവനെ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. സീൻ കട്ട് ചെയ്താൽ ഇപ്പം നമ്മുടെ ഹീറോയുടെ കമ്പനിയിൽ ഈ അനിയൻ ചെക്കനാണല്ലോ സിഒ എന്ന് പറയുന്നത്. പക്ഷേ ഹീറോ അവനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അബ്രോഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലയൻസിന് അവന് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പനിയിലെ നല്ലൊരു ശതമാനം പ്രോഫിറ്റും ഇവന് നേടിക്കൊടുത്ത് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ക്ലയൻസ് എല്ലാവരും ഇപ്പോൾ ഹീറോയുടെ അനിയനിലാണ് വിശ്വാസം വെച്ചിട്ടുള്ളത്. അവരുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ബിസിനസ് കുറച്ചുകൂടെ നല്ലോണം ആക്കാമെന്ന് കരുതിയിട്ട് ഹീറോയുടെ പകുതി ക്ലയൻസും ഈ അനിയൻ ചക്കൻ്റെ കയ്യിലാണുള്ളത്.
അതിന്റെ പേരിൽ ഈ ചെക്കൻ ഹീറോയുടെ കമ്പനിയായിട്ട് കുറച്ച് സ്വത്ത് തർക്കമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ ഒരു മുത്തശ്ശിയെ കാണാനായിട്ട് വരുന്നുണ്ട്. വരുമ്പോൾ ആ ഗുവാനയും കൂടെ കൂട്ടുന്നുണ്ട്. മുത്തശ്ശി ഇതാരാന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇതെന്റെ ഹസ്ബൻഡാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ വന്നപ്പോൾ ഇവനല്ലായിരുന്നല്ലോ നിന്റെ ഹസ്ബൻഡ്, നിന്റെ ഒറിജിനൽ ഹസ്ബൻഡ് എവിടെയും ചോദിക്കുമ്പോൾ അതൊക്കെ വിട്ടേ മുത്തശ്ശി, വാ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, എനിക്ക് എന്തായാലും ഉണ്ടാക്കി തരാനായിട്ട് പറഞ്ഞിട്ട് അവരെയും കൂട്ടി നേരെ അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവൾക്ക് വേണ്ടിയുള്ള കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഇവിടേക്ക് വരുന്നുണ്ടെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഹീറോയോട് ഇവിടേക്ക് വരാനായിട്ട് പറയണ്ടായിരുന്നു. അവൻ വരുമ്പോഴത്തേക്കും ഹീറോയിൻ ഇതാരാ, വഴി കൂടെ പോകുന്നവരൊക്കെ എന്തിനാ മുത്തശ്ശി ഇവിടേക്ക് കയറി വരുന്നു ചോദിക്കുമ്പോൾ അയ്യോ മോളെ പരിചയപ്പെടുത്താനായിട്ട് മറന്നുപോയി, ഞാനിവിടെ കുറച്ച് വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഒറ്റയ്ക്ക് വിൽക്കാനായിട്ട് പറ്റത്തില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ തപ്പി നടക്കുമായിരുന്നു, ഈ മോൻ എന്നെ അതിനൊക്കെ സഹായിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിന് ഇവരെ എങ്ങനെയാണ് മുത്തശ്ശിക്ക് അറിയാവുന്നത്, പരിചയമില്ലാത്തവരൊന്നും ഇക്കാര്യങ്ങൾ ഏൽപ്പിക്കരുതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗുവാനാണെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതാണോ ഇനി അവൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഓ ഞാൻ പറയാൻ മറന്നുപോയി, ഇവൻ എൻ്റെ അസിസ്റ്റൻ്റാണ്, മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഇവനെ ഏർപ്പാടാക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് അവസാനം ഈഗോ ഇവരെ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈഗോ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം വെക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ മദ്യപിച്ചിട്ട് ആരാണ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ നമ്മുടെ ഹീറോയും ഈ ഗുവാനും കൂടെ ചേർന്ന് ഒരുപാട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ഗുവാനോട് നീ ഇത്രയും മദ്യപിക്കരുത്, മതി നിർത്തുന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഗുവാൻ അങ്ങ് തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഗുവാൻ എണീക്കെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് മുത്തശ്ശി ഉടനെ ഹീറോയുടെ കണ്ണ് കാണിച്ചിട്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് വീഴ്, അപ്പോഴേ അവൾ നിന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയും പെട്ടെന്ന് അങ്ങനെ ബോധമില്ലാതെ വീഴുന്ന പോലെ അഭിനയിക്കുന്ന സമയത്ത് മുത്തശ്ശി അയ്യോ ഇവനെ നോക്കിയേ, ഇവനും ആകെ ബോധമില്ലാതായിട്ടുണ്ട് മോളെ, ഇവനെ നമുക്ക് റൂമിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇവൻ്റെ കാര്യം നോക്കിയോ, ഇവനോട് ആര് പറഞ്ഞു ഇപ്പോൾ ഇവിടേക്ക് വന്ന് കയറാനായിട്ട്, ഞാൻ ഇവന് റൂമിൽ കൊണ്ടേ കടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഗുവാനെ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ആകെ സങ്കടം വന്നിട്ട് നീ ശരിക്കും എന്താ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നു പറഞ്ഞ് ഹീറോയിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതാണോ അതോ നീ ശരിക്കും നിന്റെ ഓർമ്മ പോയിട്ട് ചെയ്യുന്നതാണോ? എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, 3 കൊല്ലവും എനിക്ക് നിന്റെ ഓർമ്മയില്ലായിരുന്നു, പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്കറിയാം ഞാൻ നിന്നെ എന്തുമാത്രമാണ് സ്നേഹിച്ചെന്നുള്ളത്. ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല, എനിക്ക് ഒരേ ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ് തരാൻ പാടില്ലേ നിനക്ക്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് അവൻ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനുടനെ നീ എന്തൊക്കെ നാടകം കളിച്ചിരുന്നാലും നിന്നെ ഞാൻ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ രണ്ടിലൊന്നും തീരുമാനം എടുത്തിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. ഇവിടെ മുത്തശ്ശിയാണെങ്കിൽ ഈ അനിയൻ ചക്കനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് എന്തിനാ മുത്തശ്ശി നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, എടാ ഒന്നുമില്ലെങ്കിലും ആ കുഞ്ഞിനെ നിനക്ക് എങ്ങനെയാണ് നശിപ്പിക്കാനായിട്ട് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി നിങ്ങളിങ്ങനെ ഇല്ലാ കഥ പറയരുത്, എനിക്ക് അവനോട് ദേഷ്യമുണ്ട് എന്ന് വെച്ച് കുഞ്ഞിനെ കൊല്ലാൻ മാത്രം ദുഷ്ടനല്ല ഞാനെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് കരയുന്ന പോലെ അഭിനയിക്കുമ്പോൾ മുത്തശ്ശി അവൻ്റെ കാര്യം വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരാകെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് മുത്തശ്ശി എന്താ എന്നെക്കുറിച്ച് ചിന്തിക്കാത്തത്, എപ്പോൾ നോക്കിയിരുന്നാലും അവനെക്കുറിച്ച് മാത്രമേ മുത്തശ്ശിക്ക് ടെൻഷനുള്ളൂ, നിങ്ങൾ എപ്പോഴേലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടല്ലേ നിന്നെ നല്ലൊരു കമ്പനിയിൽ CEO ആക്കി വെച്ചത്, പക്ഷെ നീ അവിടെ എന്താ ചെയ്തത്, ഞങ്ങൾക്ക് വിശ്വാസദ്രോഹം ചെയ്തതും പോരാഞ്ഞിട്ട് ഇപ്പോൾ നീ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായതും എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതും, അങ്ങനെയുള്ള ഞാൻ നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പ്ലീസ്, കുഞ്ഞ് മരിക്കാനായിട്ട് കാരണക്കാരൻ ഞാനല്ല, പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ കമ്പനിക്കാരിൽ ഇടപെടരുത്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ പേരക്കുട്ടിയുണ്ടല്ലോ അവന് ഞാനങ്ങ് കൊന്നുകളയുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട് പറഞ്ഞിട്ട് ആ ചെക്കൻ ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും ചെയ്യരുത്, ഞാൻ ഇനി കമ്പനിക്കാരിൽ ഇടപെടല്ല എന്ന് പറഞ്ഞിട്ട് അവരൊരുപാട് കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം അവൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയും ഈ ഗുവാനും കൂടെ ചേർന്നിട്ട് ഹീറോയിനെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോ ഇതിനിടയ്ക്ക് അപ്പുറം ഇപ്പുറമുള്ള കുറേ പേരെയൊക്കെ വിളിച്ചിട്ട് ഹീറോയിനോട് സംസാരിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിന് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവളെ കഴിപ്പിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ ആൻറ്റിമാർ ചോദിക്കുന്നുണ്ട്, മോളെ 2 പേര് നിൽക്കുന്നുണ്ട്, ഇതിൽ ആരാണ് നിൻ്റെ ഒറിജിനൽ ഹസ്ബൻഡ് എന്ന് ചോദിക്കുമ്പോൾ 2 പേരും ഞാൻ തന്നെയാണെന്ന് പറയണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ ഗുവാൻ്റെ കൈ പിടിച്ചിട്ട് ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്, എൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വീഴാൻ ഇവ അനുവദിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവന് ഓഫീസിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ അവന് തിരികെ വരണമായിരുന്നു. അങ്ങനെ അവൻ തിരികെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ഈ അനിയൻ ചക്കനല്ലേ അവൻ ഹീറോയുടെ ക്ലയൻസിനെല്ലാവരെയും അവൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം നീ അറിയോ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നിനക്കെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, ഞാൻ തരുന്ന വല്ല നക്കാപ്പിച്ചയും കൊണ്ട് ഇവിടെ നിന്ന് നീ പോകുന്ന നല്ലത്, ഈ കമ്പനിയും നിൻ്റെ ക്ലയൻസും എല്ലാവരും ഇപ്പം എൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറയുമ്പോൾ ഹീറോ അവനെ അടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് എല്ലാവരും വന്ന് നമ്മുടെ ഹീറോയെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിറക്കി വിടുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ മുത്തശ്ശിയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരികെ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയം ഇവളുടെ അച്ഛൻ്റെ കേസ് അന്വേഷിക്കാനായിട്ട് ഇവൾ ഓൾറെഡി ഒരാൾ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അയാൾ ഇവളെ ഒന്ന് കാണുമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ഇയാളെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ മാഡം ഇതിനുള്ളിൽ എന്നെ മറന്നുപോയോ, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ, നമ്മുടെ കേസ് അന്വേഷണത്തിൻ്റെ കാര്യമായിട്ട് നിങ്ങൾ എന്നെ 1-2 തവണ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അച്ഛൻ്റെ കാര്യമായിട്ടാണ്
വന്നത് അതിൽ കുറച്ചുകൂടെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അത് പറയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഹീറോയിന് ചെറുതായിട്ട് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഒന്ന് ആദ്യം മുതലെല്ലാം എന്നോടൊന്ന് പറയാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയം. അങ്ങനെ അയാൾ ആദ്യം മുതലുള്ള എല്ലാ കഥകളും ഹീറോയിനോട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ കാമുകി പെങ്കച്ചാണെങ്കിൽ നമ്മുടെ ഹീറോ വെയിറ്റ് ചെയ്ത് ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കുന്നുണ്ട്. അവൻ അവിടേക്ക് ഇവൾ വിളിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ കുടിച്ചു ബോധമില്ലാതെ ആ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. സോറി, ഞാൻ നിന്നെ വിശ്വസിച്ചില്ല. എന്നെ ഇഷ്ടമില്ലാത്തവളെ പുറകെ ഞാൻ പോയിട്ട് എൻ്റെ ലൈഫ് എന്തിനാണ് ഞാൻ സ്പോയിൽ ചെയ്ത് കളയുന്നത്? എനിക്ക് നിന്നെ മതി, സോറി ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് ഹീറോ എന്തൊക്കെയോ വളവളാന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയിനും ഈ ഗുവാനും കൂടെ ചേർന്ന് ഹീറോയുടെ അനിയനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഹീറോയെ തകർക്കുക എന്നതാണ്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഹീറോയിനെയും ഗുവാനെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അവൻ ഇവിടെ വന്ന ഹീറോയുടെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ ഈ കാമുകിയായിട്ട് ബെഡിൽ കിടക്കുമായിരുന്നു. ആ സമയത്ത് ഇവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് ചോദിക്കുമ്പോൾ, നിനക്കറിയോ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. അത്രയേറെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇനി എൻ്റെ മുമ്പിൽ എന്തൊക്കെ വന്നിരുന്നാലും എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് നീ മാത്രം മതിയെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും നാളും നിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോയും അവളോട് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവനാണെങ്കിൽ ഇവളുടെ കണ്ണിൽ ഒരു റിബൺ കെട്ടിയിട്ട് ഇവളുടെ ഒരു ഫോട്ടോ എടുത്ത് നേരെ അനിയൻ ചെക്കനെടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഇത് കാണുമ്പോൾ ആകെ പ്രാന്തെടുത്ത് നേരെ ഇവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. നീ ഓക്കെ ആണോ? നിന്നെ ഇവൻ എന്തെങ്കിലും ചെയ്തോന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ, നിന്നോട് ആരാ ഇപ്പോൾ ഇവിടേക്ക് കയറി വരാനായിട്ട് പറഞ്ഞ് ഇവൾ ചോദിക്കുന്നുണ്ട്. എടി, നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അവൾ പറഞ്ഞല്ലോ, നിന്നെ കാണാനോ നിന്നോട് സംസാരിക്കാനോ അവൾക്ക് താല്പര്യമില്ല, മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പറയുമ്പോൾ ഇതൊക്കെ പറയാൻ നീ ആരാടെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ കാമുകി പെണ്ണിന് ഇഷ്ടപ്പെടാതെ, പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പം നീ തൽക്കാലം പോ, എന്നെ നീ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി എനിക്ക് നിൻ്റെ ആവശ്യമില്ല. ദേവി ഇത് പുറത്തേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ട് അവനെങ്ങനെ തല ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത്രയും നാളും അവൻ അവളുടെ ഒരു പട്ടിയെ പോലെ തന്നെയായിരുന്നു കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവളിങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കും അവനാകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ ഞാൻ പുറകെ നടന്നത് എന്നെങ്കിലും നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ നീ എന്നെ ട്രീറ്റ് ചെയ്തത് വെറും ഒരു പട്ടിക്ക് തുല്യമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്തും അവൻ്റെ മനസ്സെന്തോ അനുവദിക്കാതെ അവൻ തിരികെ ആ ബെഡിലേക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതുവരെ നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലായില്ലെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ, പ്ലീസ് ദയവ് ചെയ്ത് നീ ഒന്നും സംസാരിക്കരുത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഇവനെ കിട്ടി, ഇനി വേറൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ കഥകളെല്ലാം ഇവൻ അറിയുമ്പോഴത്തേക്കും ഇവൻ നിന്നെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവളാകെ പേടിച്ചിട്ട് സത്യങ്ങളെല്ലാം ഇനി ഇവനെങ്ങാനും വിളിച്ച് പറയുമെന്നുള്ളത് ചിന്തിക്കുമ്പോൾ അവൾക്കാകെ പേടി തോന്നുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ വന്നിട്ട്, പ്ലീസ് നമുക്ക് പിന്നെ സംസാരിക്കുന്നതിനെ പറ്റിയിട്ട്, നീ പുറത്തേക്ക് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ പിന്നെയും, അതൊക്കെ ഞാൻ പൊക്കോളാം, പക്ഷേ നീ ഞാൻ ചോദിച്ചതിനോട് മറുപടി പറ, നിന്റെ കാര്യങ്ങളെല്ലാം ഇവൻ അറിഞ്ഞാൽ നിന്നെ ഇവൻ സ്വന്തമാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ നിനക്ക് പറയാനുള്ളത്, എന്ത് കാര്യങ്ങളാ? എന്താണേലും അത് തുറന്നു പറയാനായിട്ട് ഹീറോ പറയുന്നുണ്ടായിരുന്നു. ഉടനെ അവൻ കാര്യങ്ങളെല്ലാം ഹീറോയോട് പറയുന്നുണ്ട്. നിങ്ങളുടെ അമ്മായി അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലാവാൻ കാരണക്കാരി ദേ നിൽക്കുന്ന ഇവളാന്ന് പറയുമ്പോൾ അവളാകെ വെള്ളറി വെളുത്തു പോകുന്നുണ്ടായിരുന്നു. ഹീറോ അതിലേറെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അന്ന് നീ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് പോയൊരു ദിവസം ഓർമ്മയുണ്ടോ? അതായത് ഇവളുടെ ബർത്ത്ഡേയുടെ അന്ന്. നീ ഇവളുടെ ബർത്ത്ഡേക്ക് വരുന്നില്ല എന്ന് ഇവൾക്ക് മനസ്സിലായതിനു ശേഷം ഇവൾ നേരെ എന്നെ കാണാനാണ് വന്നത്. എങ്ങനെയെങ്കിലും ഇവളെ കിഡ്നാപ്പ് ചെയ്ത് വെക്കണമെന്നും ഇതിൻ്റെ ഉത്തരവാദി അവളുടെ അച്ഛനാണെന്ന് എല്ലാവരുടെ ഉള്ളിൽ നീ പറയണമെന്നൊക്കെ പറഞ്ഞ് ഇവളായിട്ട് ഒരു കഥയുണ്ടാക്കി എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ, അങ്ങനെയാണ് ഞാനന്ന് ഇവളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചത്. അതിനിടയിൽ കൂടെ ഇവൾ പറയാത്തൊരു പ്ലാൻ ഈ ചെക്കനായിട്ട് ഇടുന്നുണ്ടായിരുന്നു. അതായത് ഇവൻ ഈ പെങ്കൊച്ചിനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഇവൾ സ്നേഹിക്കുന്ന നമ്മുടെ ഹീറോ ആണ്. എന്തായാലും ഹീറോ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഈ പെങ്കൊച്ചിനെ ഇവന് സ്വന്തമാക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു അന്ന് ആ ആക്സിഡൻറ്റ് ഇവൻ തനിയെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഹീറോയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോയിൻ വരുന്നുണ്ടായിരുന്നു. ഈ പെങ്കൊച്ചുടനെ, അയ്യോ നീ ഇതൊന്നും വിശ്വസിക്കരുത്, ഇവൻ പറയുന്നതെല്ലാം നുണയാണ്. എടാ, നിനക്ക് എന്നെ ഇപ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ മേലിൽ നീ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഇവളിൽ നിന്ന് അകറ്റാനായിട്ട് നോക്കുവാണല്ലോ എന്ന് പറഞ്ഞ് ഇവളായിട്ട് ഒരു കഥകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിൻ വന്നിട്ട്, നീ ഇനി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിരുന്നാലും ആരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും വായിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളായിട്ട് ഇപ്പോൾ ഒരു ഡ്രാമ കളിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ഉടനെ, ഇത് ഇവള് പറഞ്ഞിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്, ഇനി നമ്മുടെ ഡ്രാമ എന്താണെന്നുള്ളത് നിനക്ക് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരുടെ പാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീറോയിന് ശരിക്കും പറഞ്ഞ മെമ്മറി ലോസ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇവളിവനെ കാണാനായിട്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് അവൻ അവൻ്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്, ഈ ഒരൊറ്റ ചാൻസ് കൂടെ നിനക്ക് എന്നോട് തന്നൂടെ, എനിക്കറിയാം നിനക്ക് എന്നെ ഈ ജന്മം അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല, അത്രയേറെ ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം എനിക്കറിയാം നീ ആരാണെന്നും നിന്നെ ഞാൻ എത്രമാത്രമാണ് സ്നേഹിച്ചെന്നുള്ളത്. ഇത് ഞാൻ 1000 തവണ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഒരൊറ്റ ചാൻസ്, ഒരേ ഒരു ചാൻസ് നീ എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് തിരിച്ചെന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ
ഹീറോയിൻ ഇപ്പോഴും അവനെന്ന് പറഞ്ഞ ജീവനായിരുന്നു. പക്ഷേ ഗുവാനെ കാണുമ്പോഴൊക്കെയും ഹീറോയിൻ്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ ആയിരുന്നിരുന്നാലും അവൻ തന്നെ സ്നേഹിക്കുവാണല്ലോ, അപ്പോഴെങ്ങനെയാണ് ഇത്ര നാൾ ഞാൻ അവന് മുമ്പിൽ അഭിനയിച്ചതാണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് അവനോട് ഇക്കാര്യം പറയുമ്പോൾ, നീ പേടിക്കണ്ട, നീ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നെ ഹഗ് ചെയ്ത സമയത്തെ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു ദിവസം എനിക്ക് എന്തായാലും നേരിടേണ്ടി വരുമെന്ന്. അന്ന് മുതലേ ഞാൻ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. നിന്റെ ആഗ്രഹം പോലെ തന്നെ നീയോ അവനായിട്ട് ഒന്നിക്കണം, അത് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. നീ ഒരൊറ്റ പെണ്ണ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നത്. ഒരു പാവം പിടിച്ച ചെക്കനെ നീ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് നിന്റെ വരുതിയിലാക്കിയിട്ട് നിന്റെ പാവ പോലെ കൊണ്ടു നടന്നു. ഇപ്പം ശരിക്കും അവൻ നീ പറഞ്ഞ എന്തും ചെയ്യുന്ന ഒരു സൈക്കോ ആയിട്ട് മാറി. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവനും പോലും മനസ്സിലാകാതെയായി. നീ കാരണം എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടു, ഒരു കുടുംബം മുഴുവനും നീ നശിപ്പിച്ചില്ലേ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, എന്നെ വിശ്വസിക്ക്, ഇവളീ പറയുന്നതെല്ലാം നുണയാണ്, എനിക്ക് നിന്നെ വേണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവൾ പിന്നെയും കിടന്ന് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഈ പയ്യനാണെങ്കിൽ ഇത്രയായിട്ട് ഇപ്പോഴും നിനക്ക് അവനെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അവൻ ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ഹീറോ അവൻ കുത്തുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ അവൻ തലകറങ്ങി വീഴുന്നുണ്ട്. ഹീറോയിൻ ആകെ പേടിച്ചിട്ട് അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അവസ്ഥ ഇപ്പം ഭയങ്കര സീരിയസ് ആയിരുന്നു. ഹീറോയിൻ ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, അന്ന് ഇവനെ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴും എനിക്ക് അവനോട് ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞിട്ട് പറ്റിയില്ല. അതുപോലെ ഇപ്പോൾ എനിക്കവനെ നഷ്ടപ്പെടുവാണോ, എനിക്ക് പറഞ്ഞിട്ട് പറ്റിയില്ലല്ലോ, ഞാനും അവനിപ്പോൾ സ്നേഹിക്കുവാണെന്ന് പറഞ്ഞിട്ട് ആ ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഹീറോ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു, കുറേ ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. അപ്പോഴായിരുന്നു ഈ കാമുകി പെങ്കൊച്ചില്ലേ അവളെ ആരോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിക്കാനും പറയുന്നുണ്ടായിരുന്നത്. എത്രയൊക്കെ ആയിരുന്നാലും അവൻ്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നില്ലേ അവൾ. അങ്ങനെ അവൻ ഉടനെ തന്നെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഒരുപാട് നേരം ഒരു ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ ഇവനെയും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറേ സമയം നിന്നിട്ടും ഇവനെ കാണാത്ത കാരണം അവൾ തിരികെ പോകുന്നുണ്ടായിരുന്നു. ഹീറോ ഇവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന സമയത്തായിരുന്നു അപ്പോൾ അവൻ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവനിവിടെ ഹോസ്പിറ്റലിലാകുന്നതും പിന്നെയുള്ള പ്രശ്നങ്ങളെല്ലാം നടന്നതും. ഇപ്പോൾ അതെല്ലാം ആലോചിക്കുമ്പോൾ അന്ന് എനിക്ക് ആ ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്തതുപോലെ ഇപ്പോഴും അവൻ എന്നെ ഇട്ടിട്ട് പോകുമെന്നൊക്കെ കരഞ്ഞിട്ട് അവൾ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ മെല്ലെ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ദേഹമൊക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ടെങ്കിലും ആ വേദനയുടെ ഇടയിൽ പോലും ഹീറോയിനെ നോക്കിയിട്ട്, നിനക്കെന്നോട് ഇപ്പോഴേലും പറഞ്ഞൂടെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഈ ഒരേ ഒരു അവസരം കൂടി എനിക്ക് തന്നൂടെ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം, ഞാൻ ചെയ്തതിനൊക്കെ നിന്നോട് എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് അറിയത്തില്ല, പക്ഷേ സോറി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പണ്ട് 3 വർഷങ്ങൾക്ക് മുന്നേ അവൾ ഒരു ലൈറ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു അവൻ പ്രപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇപ്പോഴും ആ സെയിം ലൈറ്റ് ഹൗസിൽ വന്നിട്ട് ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നതോടുകൂടെ ഈ ഡ്രാമ ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.